പ്രൈസ് ദി ലോർഡ്. നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും നമ്മൾ ദൈവത്തിന്റെ വചനം ആഴമായിട്ട് പഠിക്കുവാനിടയായി തീർന്നു. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്നും ഈ വചനത്തെക്കുറിച്ച് ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ ഈ വചനത്തിന്റെ ആധികാരികതയെ ആളുകൾ സംശയത്തോടെ നോക്കുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വരെ പഠിച്ചത്. ദൈവത്തിന്റെ വചനത്തിന്റെ ദൈവശ്വാസീയതയെ പറ്റി പഠിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശ്വാസമാകുന്ന ദൈവവചനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുവാനിടയായി തീർന്നത്. അവിടെ നമ്മളൊരു വാക്യത്തോടെയാണ് അവസാനിപ്പിച്ചത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെ നിലകൊള്ളുന്നു. ആ ദൈവത്തിന്റെ വചനം എല്ലാ കാലത്തും അങ്ങനെ തന്നെ നിലകൊള്ളുകയും ചെയ്യും എന്നുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പാനിടയായി തീർന്നത്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് സത്യവേദ പുസ്തകത്തിൽ തെറ്റുകളും വൈരുദ്ധ്യങ്ങളും ചേർച്ചക്കുറവുകളും ഉണ്ടോ? ഇന്ന് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു കാര്യമാണ്. ബൈബിളിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടെന്ന് ആളുകൾ പരാതിപ്പെടാറുണ്ട്. അതുപോലെ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നവർ പറയുന്നുണ്ട്. ചേർച്ചക്കുറവുകൾ, അല്ലെങ്കിൽ ഒരു വചനം മറ്റൊരു വചനവുമായിട്ട് ചേരാത്ത സ്ഥിതിവിശേഷമുണ്ട് എന്നും ആളുകൾ പറയുന്നത് നമുക്ക് കാണാനിടയായിത്തീരും. അപ്പൊ ഇങ്ങനെ ഈ വ്യത്യാസങ്ങൾ ബൈബിളിൽ ഉണ്ടോ? സത്യത്തിന് നമുക്കറിയാം, തെറ്റുകൾ കണ്ടുപിടിക്കണം എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ അർഹിക്കുന്ന മതിപ്പോടെ വായിച്ചാൽ മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടില്ലാത്തതും വിഷയാസ്പദവും പൊരുത്തവുമുള്ളതാണ് ബൈബിൾ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതായത് ഈ സംശയദൃഷ്ടിയോടെയോ അല്ലെങ്കിൽ തർക്കിക്കുക എന്ന ഉദ്ദേശത്തോടെയോ ബൈബിളിനെ സമീപിക്കുന്നവർക്ക് ഇതില് ഒരുപാട് സംശയങ്ങൾ കാണാനായിട്ട് കഴിയും. അവർക്ക് ഒരുപാട് പൊരുത്തക്കേടുകൾ ഉള്ളതായിട്ട് തോന്നുവാനിടയായിത്തീരും. എന്നാൽ വിപരീതമായ ആശയങ്ങൾ എന്ന് തോന്നുന്ന വാക്യങ്ങൾ ബൈബിളിൽ ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഏകദേശം 1500 വർഷങ്ങൾ കൊണ്ട് 40ഓളം എഴുത്തുകാരാൽ എഴുതപ്പെട്ട പുസ്തകമാണ് ബൈബിൾ എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓരോ എഴുത്തുകാരനും അവരവരുടെ ശൈലിയിൽ അവരവരുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളുമായി വെവ്വേറെ ഉദ്ദേശത്തോടു കൂടി എഴുതിയിട്ടുള്ളതാണ് ഓരോ പുസ്തകങ്ങളും. അതായത് അവർ ജീവിച്ചിരുന്ന കാലഘട്ടം പ്രധാനമാണ്, അവരുടെ എഴുത്തിന്റെ ശൈലി പ്രധാനമാണ്, അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് വേണ്ടി എഴുതപ്പെട്ടതുകൊണ്ട് അതിൻ്റെ ശൈലിയിലും രീതിയിലും വ്യത്യാസം വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതും കൂടെ ഈ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ട് പുസ്തകങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ബൈബിളിലെ പുസ്തകങ്ങൾ തമ്മിൽ വ്യത്യാസം കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല. ഈ ഒരു വിപരീതമായിട്ടുള്ള ഒരു വചനങ്ങളും ബൈബിളിൽ ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. വാക്യങ്ങളും ആശയങ്ങളും തമ്മിൽ ഒരു രീതിയിലും പൊരുത്തപ്പെടുവാൻ സാധിക്കാതെ വന്നെങ്കിലേ തെറ്റാണെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം വാക്യങ്ങളും ആശയങ്ങളും തമ്മിൽ ഒരു വിധത്തിലും പൊരുത്തപ്പെടാതിരിക്കുന്ന ഒരു വാക്യം പോലും ബൈബിളിൽ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആശയങ്ങൾ മാറുന്നില്ല, അതായത് വാക്കുകൾ മാറാം. കാരണം ഓരോ ദേശത്തിന്റെ ഭാഷ, ഓരോ ദേശത്തെ സംസ്കാരം, ഇതൊക്കെ അനുസരിച്ച് വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാവുന്നതാണ്. എന്നാൽ ബൈബിളിൽ വൈരുദ്ധ്യങ്ങൾ അവിടെയും കാണാനായിട്ട് കഴിയുന്നില്ല. ഒരുപക്ഷെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് വന്നേക്കാം. അതിന്റെ അർത്ഥം ആ ചോദ്യത്തിന് ഉത്തരമില്ല എന്നല്ല. നമുക്കറിയാം, ഈ നമ്മളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ മുൻപിൽ ഒരുപക്ഷെ ഉത്തരങ്ങൾ കാണണമെന്നില്ല. അതിന്റെ അർത്ഥം ആ ചോദ്യത്തിന് ഉത്തരമില്ല എന്നല്ല, മറിച്ച് ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കറിയില്ല എന്നുള്ളതാണ്.
മുൻകാലങ്ങളിൽ ബൈബിൾ ചരിത്രത്തിലോ ഭൂമിശാസ്ത്രത്തിലോ തെറ്റുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടിരുന്നത് പിന്നീട് വന്ന പുരാവസ്തു ഗവേഷകർ അവരുടെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ശരിയാണെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളില് ബൈബിൾ ചരിത്രത്തിലോ ഭൂമിശാസ്ത്രത്തിലോ അതായത് ബൈബിൾ എഴുതപ്പെട്ടതിന്റെ പിന്നിലുള്ള ചരിത്രത്തില് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തില് തെറ്റുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് വന്ന പുരാവസ്തു ഗവേഷകർ അവരുടെ കണ്ടുപിടുത്തങ്ങൾ പലതും ഇത് ശരിയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട സംഭവങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ബൈബിളിലെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ വാക്യങ്ങൾ വിരുദ്ധമല്ല എന്ന് തെളിയിക്കാമോ? അവര് പലപ്പോഴും ചോദിക്കുന്ന കാര്യം. അല്ലെങ്കിൽ ഇവിടെ നോക്കുക, ബൈബിളിലെ ചില തെറ്റുകൾ, ഇങ്ങനെ പറഞ്ഞ് ആളുകൾ സമീപിക്കുന്നത് കാണാൻ കഴിയും. ചിലപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് വന്നേക്കാം. എന്നാൽ ഞങ്ങൾ പൂർണ്ണമായി ഉറപ്പ് പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം ബൈബിളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു ചോദ്യത്തിന് പോലും ഉത്തരമില്ലായികയില്ല. പക്ഷെ ഒരു വ്യക്തിയോട് മറ്റൊരു വ്യക്തി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ ചോദ്യം കേൾക്കുന്ന വ്യക്തിക്ക് ഒരു പക്ഷേ അതിന്റെ ഉത്തരം അറിയില്ല എന്ന കാരണത്താൽ അതിന് ഉത്തരമില്ല എന്നല്ല അർത്ഥം. ബൈബിളിലെ എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരങ്ങളുണ്ട്. എന്നാൽ ആ ഉത്തരങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ദൈവവചനത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരണം. ബൈബിളിലെ പ്രമാദമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ബൈബിളില് സംശയാസ്പദമായ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന പേരില് ഒരുപാട് പുസ്തകങ്ങളും വെബ്സൈറ്റുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ബൈബിളിലെ പ്രമാദങ്ങൾ എന്നാണ് അവരതിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. പലരും അവയെ ആയുധമാക്കുകയല്ലാതെ തനിയെ ഒരു തെറ്റും കണ്ടുപിടിക്കാറില്ല. ഇതുവരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുന്ന പുസ്തകങ്ങളും വെബ്സൈറ്റുകളും ഉണ്ടെന്നുള്ള കാര്യവും മറക്കരുത്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം കൊടുക്കുന്ന വെബ്സൈറ്റുകളുണ്ട്, ഉത്തരം കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ മിക്കവരും ചോദ്യം ചോദിക്കുന്നത് ഉത്തരം വേണമെന്ന ആഗ്രഹത്തോടെയല്ല. വേദപുസ്തകത്തെ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ ഇത്തരം ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം അവർക്ക് അറിയാമെങ്കിലും മനഃപൂർവമായി അവരുടെ ആക്രമണം അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കറിയാം ഇതിന്റെ ഉത്തരം എന്താണെന്നുള്ളത്, അത് അവരുടെ മനസ്സിലുണ്ട് താനും. പക്ഷേ അവരതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവരതിനെ അംഗീകരിക്കത്തില്ല. അവർ അറിയാത്തതുപോലെ നടിച്ച് മുൻപോട്ട് പോകുന്ന ഒരുപാട് ആളുകളും ഇന്ന് ഉണ്ട്. ഇങ്ങനെ ബൈബിളിലെ തെറ്റുകളുമായി ഒരാൾ നമ്മളെ സമീപിച്ചാൽ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, പ്രാർത്ഥനയോടെ വചനം പഠിച്ച് ലളിതമായ ഒരു ഉത്തരമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പറയുക, കർത്താവേ, ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന നിലയിൽ വളരെ ലളിതമായിട്ട്, കടിച്ചാൽ പൊട്ടാത്ത ആശയങ്ങളും വാക്കുകളുമായിട്ട് മറുപടി പറയുകയല്ല, വളരെ ലളിതമായിട്ട് അവരോട് ആൻസർ കൊടുക്കാനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ട്, ഇങ്ങനെ ഒരു ചോദ്യവുമായി ഒരാൾ നമ്മുടെ അടുക്ക വരികയാണെങ്കിൽ അതിനെ നേരിടാൻ അല്ലെങ്കിൽ അതിന് ആൻസർ കൊടുക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം, വേദപുസ്തക പ്രശ്നങ്ങളെ പറ്റി എഴുതിയ പുസ്തകങ്ങളും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഉപയോഗിച്ച് അല്പം ഗവേഷണം നടത്തി ഉത്തരം കണ്ടുപിടിക്കുക. അതായത് തിയോളജിയന്മാര് എഴുതിയ നല്ല ബുക്സ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നല്ല വെബ്സൈറ്റുകളിൽ അതിന്റെ ആൻസറുകൾ നമുക്ക് കിട്ടാൻ സാധിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടെത്തിയിട്ട് നമുക്ക് മറുപടി കൊടുക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് നമ്മുടെ സഹവിശ്വാസികളോടോ സഭാ നേതാക്കന്മാരോടോ ചോദിച്ച് ഉത്തരം മനസ്സിലാക്കുക. നിങ്ങളുടെ ചർച്ചിലെ ശുശ്രൂഷകൻ, പാസ്റ്റർ, നിങ്ങളുടെ ചർച്ചിൽ അല്പം ദൈവവചന പരിജ്ഞാനമുള്ളവർ, ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവരോട് നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇങ്ങനെ എല്ലാ വഴികളിലും ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ
വചനം സത്യമാണെന്ന് വിശ്വസിക്കുകയും ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം ലഭിക്കുമെന്നറിഞ്ഞ് ജീവിക്കുകയും ചെയ്യുക. ഇനി ഇങ്ങനെ ഒന്നും സാധിച്ചില്ല, എനിക്ക് വേറെ വെബ്സൈറ്റുകൾ നോക്കാൻ പറ്റിയില്ല, ഞാൻ തിയോളജിമാരുടെ ബുക്കുകൾ എനിക്ക് വായിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എൻ്റെ ചർച്ചിൽ എനിക്ക് ആരോടും ചോദിക്കാനായിട്ട് സാധിച്ചില്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു വിധത്തിലും എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്നതിൻ്റെ അർത്ഥം ഇതിന് ഉത്തരവില്ലെന്നല്ല. നിശ്ചയമായിട്ടും ഇതിന് ഉത്തരവുണ്ട്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ ഉത്തരം ദൈവം എനിക്ക് തരും എന്ന് നാം വിശ്വസിക്കുകയും അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു കാര്യം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ യേശു ഒരിക്കൽ ഒരു ഉപമ പറഞ്ഞു. ആ ഉപമ ഇതായിരുന്നു: നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കളയും. ഇത് ദൈവത്തിന്റെ ഒരു ക്ലോസ് ആണ്. നല്ല ഫലം കായ്ക്കാത്തതിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് ഒരു ക്ലോസ് ആണ്. ഒരിക്കല് യേശു വിശന്ന് വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു അത്തി കണ്ടു. ആ അത്തിയില് ഫലം അന്വേഷിച്ചു, പക്ഷേ ഫലം കണ്ടില്ല. ഫലം കാണാതെ വന്നപ്പോ അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അത്തിയെ ശപിച്ചു. അത്തിയെ ശപിച്ചു. അടുത്ത ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ള ഒരു പദം ഇതാണ്: അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. ഇത് ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഭയങ്കര സംശയമുണ്ടാക്കിയ, എന്നെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആക്കിയ ഒരു കാര്യമായിരുന്നു. അതായത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാതിരുന്ന സമയത്ത് അത്തിയിൽ ഫലം അന്വേഷിച്ചത് കർത്താവിന്റെ തെറ്റല്ലേ? അല്ലാതെ അത്തിയുടെ തെറ്റല്ലല്ലോ. പിന്നെ എന്തിനാണ് യേശു അത്തിയെ ശപിച്ചത്? സത്യത്തിൽ പ്ലാവിൽ ചക്ക ഉണ്ടാകുന്ന സമയത്തെ നമ്മൾ പ്ലാവിന്റെ ചുവട്ടിൽ പോയി നിന്ന് പ്ലാവിൽ ചക്ക ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറുള്ളൂ. പക്ഷേ ഈ ചക്ക ഇല്ലാത്ത സമയത്ത് പ്ലാവിന്റെ ചുവട്ടിൽ പോയി നിന്ന്, അല്ലെങ്കിൽ ചക്ക ഉണ്ടാകുന്ന സീസൺ അല്ലാത്ത സമയത്ത് പ്ലാവിന്റെ ചുവട്ടിൽ പോയി നിന്നിട്ട് ഈ പ്ലാവിൽ ചക്ക ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ഞാനിത് വെട്ടിക്കളയുകയാണ് എന്ന് സാധാരണ ആരും പറയത്തില്ല. അവർ കാത്തിരിക്കും. അതിന്റെ സീസണൽ ടൈം വരെ അത് കാത്തിരിക്കും. സീസൺ ആകുന്നവരെ അവർ കാത്തിരിക്കും. സാധാരണഗതിയിൽ ഇങ്ങനെയാ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ യേശുവിന് വിശന്നു, അത്തിയിൽ നോക്കി, ഫലം കണ്ടില്ല. ഉടനെ യേശു അത്തിയെ ശപിച്ചു. അടുത്ത വാക്ക് ബ്രാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുക: അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. എന്നാ പിന്നെ ആ ബ്രാക്കറ്റ് അങ്ങ് ഒഴിവാക്കിയാൽ പോരായിരുന്നു. അങ്ങനെ ആയിരുന്നു നമുക്ക് ഇത്രയും കൺഫ്യൂഷൻ വരത്തില്ലായിരുന്നു, ഇത്രയും സംശയം വരത്തില്ല. ഇത് കുറെ നാളുകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ, ഞാൻ ആരോടും പറയാതെ ഇങ്ങനെ കൊണ്ടു നടന്ന ഒരു സംശയം. എന്നാൽ ഒരു ദിവസം ഞാൻ ദൈവസേനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനോട് സംസാരിച്ചു. വേദപുസ്തകത്തിൽ വൃക്ഷങ്ങളെക്കുറിച്ച്, ചെടികളെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച്, ഇങ്ങനെ വ്യത്യസ്ത സംഭവങ്ങളെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വൃക്ഷലതാദികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? വിവിധ മൃഗങ്ങളെക്കുറിച്ച്. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗങ്ങളൊക്കെ വായിച്ച് ഈ മൃഗങ്ങളോ വൃക്ഷങ്ങളോ പക്ഷികളോ ഇവരാരും രക്ഷപ്പെടാൻ വേണ്ടിയല്ല. പിന്നെയോ ഇത് നമുക്ക് വേണ്ടി എഴുതപ്പെട്ട വേദപുസ്തകമാണ്, നമുക്ക് വേണ്ടി എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ഈ അത്തിയുടെ സംഭവം വായിക്കുന്ന ഞാൻ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നിന്നിൽ ഫലം കായ്ക്കേണ്ടത് ഒരു സീസണൽ ടൈമിലല്ല, ഒരു പ്രത്യേക സമയത്തല്ല നിന്നിൽ ഫലമുണ്ടാകേണ്ടത്. നിന്നിൽ ഫലമുണ്ടാകില്ല എന്ന്, അല്ലെങ്കിൽ ഫലമില്ലാത്ത സമയമാണ് ഇപ്പോഴെന്ന് ലോകം പറയുന്ന സമയത്തും നിന്നിൽ ഫലം വേണം. ഇത് കർത്താവ് എന്നോട് സംസാരിക്കുക, ഇത് കർത്താവ് നമ്മളോട് സംസാരിക്കുക. അല്ലാതെ ഈ വാക്യം വായിച്ചു കേൾക്കുന്ന അത്തിവൃക്ഷമെല്ലാം കൂടെ നാളെ മുതൽ മാനസാന്തരപ്പെട്ട് ഈ 12 മാസവും അത്തിപ്പഴം കൊടുക്കണം എന്നുള്ള അത്തിയോടുള്ള ദൂതല്ല, ഇത് നമ്മളോടുള്ള ദൂതാണ്. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ തന്നെ അതിന് ഉത്തരമില്ല എന്നർത്ഥമില്ല. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്.
ആ ഉത്തരങ്ങൾ ഞാൻ ഈ പറയപ്പെട്ട 4 വിധത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 1, പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വചനം പഠിച്ച് ലളിതമായ ഒരു ഉത്തരമുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. 2, വേദപുസ്തക പ്രശ്നങ്ങളെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങളും വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഉപയോഗിച്ച് അല്പ ഗവേഷണം നടത്തി ഉത്തരം കണ്ടുപിടിക്കാം. 3, നമ്മുടെ സഹവിശ്വാസികളോടോ സഭാ നേതാക്കന്മാരോടോ ചോദിച്ച് ഉത്തരം മനസ്സിലാക്കാം. 4, ഇങ്ങനെ എല്ലാ വഴികളിലും ഉത്തരം കിട്ടിയില്ലെങ്കിൽ, ഈ പറയപ്പെട്ട 3 വഴികളിലും ഉത്തരം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് വിശ്വസിക്കുകയും ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് ഇതിന്റെ ഉത്തരം ലഭിക്കും എന്ന് ഞാൻ വിശ്വസിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. നാം വേദപുസ്തകത്തെ എങ്ങനെ വീക്ഷിക്കുമെന്നും നമ്മുടെ ജീവിതത്തിൽ അത് എത്രമാത്രം പ്രാധാന്യമാണെന്നും അറിയുവാൻ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഉപകരിക്കുമെന്ന് മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായ സ്വാധീനം ചെലുത്തുകയും ചെയ്യും. വാസ്തവത്തിൽ വേദപുസ്തകം ദൈവവചനമാണെങ്കിൽ അതിനോടുള്ള നമ്മുടെ മനോഭാവം ദൈവത്തോടുള്ള മനോഭാവം പോലെ തന്നെ ആയിരിക്കും. ദൈവത്തിന്റെ വചനത്തെ ദൈവം സംസാരിച്ച വാക്കുകളായിട്ട് നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ബൈബിളിനെ നമ്മൾ സമീപിക്കുന്നത് ദൈവത്തോടുള്ള മനോഭാവത്തോടെ വേണം ബൈബിളിനെ നമുക്ക് സമീപിക്കാൻ. അതിനെ തിരസ്കരിച്ചാൽ നാം ദൈവത്തെ തിരസ്കരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ഒരിക്കലും തിരസ്കരിക്കരുത്. നമ്മൾ തിരസ്കരിച്ചാൽ അത് ദൈവത്തെ തിരസ്കരിക്കുന്നതിന് തുല്യമാണ്. ബൈബിൾ ദൈവവചനമാണെങ്കിൽ നാം അതിനെ സ്നേഹിക്കണം, നമ്മൾ അതിനെ പഠിക്കണം, നമ്മൾ അത് അനുസരിക്കണം. എല്ലാറ്റിലും ഉപരി നാം ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കണം. കാരണം ദൈവത്തിന്റെ വചനമായതുകൊണ്ട് ഞാൻ അതിൽ ആഴമായി വിശ്വസിക്കുക തന്നെ വേണം. ദൈവം തന്റെ വചനം നമുക്ക് തന്നു എന്നത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ്. അല്ലെ, നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാൾക്കാണ് ഒരു ലെറ്റർ അയക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണത്തിൽ നമ്മൾ ഏർപ്പെടുന്നത് അങ്ങനെയുള്ളവരുമായിട്ട്. അപ്പൊ ദൈവം നമ്മളോട് തൻ്റെ പ്രണയം, തൻ്റെ സ്നേഹം, തൻ്റെ നമ്മളോടുള്ള ആത്മാർത്ഥത, നമ്മളോടുള്ള വിശ്വസ്തത, തൻ്റെ കൃപ, തൻ്റെ കരുണ, തൻ്റെ ദയ, ഇതെല്ലാം നമ്മളോട് വെളിപ്പെടുത്തി. അതിന്റെ കാരണം എന്താ? ഇത് ദൈവ സ്നേഹത്തിന്റെ അടയാളമാണ്. വെളിപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം തന്റെ സ്വഭാവത്തെയും മനുഷ്യർക്ക് തന്നോട് എങ്ങനെ ശരിയായ ബന്ധത്തിലേക്ക് വരുവാൻ കഴിയും എന്നതിനെ പറ്റിയും നമുക്ക് മനസ്സിലാക്കി തന്നു എന്നതാണ്. ദൈവം തന്റെ വചനത്തിൽ ഇവ നമുക്ക് വെളിപ്പെടുത്തിയില്ലായിരുന്നു എങ്കിൽ ഈ വക കാര്യങ്ങൾ അറിയാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. 1500 വർഷങ്ങൾ കൊണ്ടാണ് ദൈവത്തിന്റെ പൂർണ്ണമായ വെളിപ്പാട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ വിശ്വാസത്തിന് ആവശ്യമായതെല്ലാം മാത്രമല്ല, ദൈവത്തിന് പ്രസാദമായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമുള്ളതെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ ദൈവത്തിന്റെ വചനമാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ പറ്റിയും വിശ്വാസത്തെ പറ്റിയും സാൻമാർഗിക ജീവിതത്തെ പറ്റിയുമുള്ള അവസാനത്തെ അധികാര ശബ്ദമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. വേദപുസ്തകം വെറുമൊരു നല്ല പുസ്തകം എന്നതിലുപരി അത് ദൈവത്തിന്റെ വചനമാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള മറ്റേത് മതഗ്രന്ഥത്തെക്കാളും വേദപുസ്തകത്തെ വ്യത്യസ്തമായി നിലനിർത്തുന്ന ഘടകം എന്താണ്? വേദപുസ്തകം ദൈവവചനം തന്നെയാണ് എന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? വേദപുസ്തകം ദൈവവചനമാണ്, അത് ദൈവശ്വാസീയമാണ്, ജീവിതത്തിനും വിശ്വാസത്തിനും ആവശ്യമായതെല്ലാം അതിലുണ്ട് എന്ന് വേദപുസ്തകം തന്നെ പറഞ്ഞിരിക്കുന്നത് വാസ്തവമാണോ എന്ന് മനസ്സിലാക്കാൻ ഇത്തരം ചോദ്യങ്ങൾ നാം ഗൗരവമായി ആരാഞ്ഞു നോക്കേണ്ടതുണ്ട്. വേദപുസ്തകം ദൈവവചനമാണെന്ന് വേദപുസ്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്. 2 തിമോത്തിയോസ് 3:14 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നീ നിലനിൽക്ക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്
ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ബൈബിൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ വചനമാണ് എന്നതിന് ആന്തരികവും ബാഹ്യവുമായ ധാരാളം തെളിവുകളുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ്. ആന്തരിക തെളിവുകളും ബാഹ്യ തെളിവുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് വീണ്ടും ആ ഭാഗത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് സംശയാസ്പദമായ നിലകളിൽ ആരെങ്കിലും നമ്മോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയല്ല. നമ്മൾ ഈ പഠിച്ച 4 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. ഈ 4 വിധത്തിൽ നിങ്ങൾക്കതിനെ മറുപടി കൊടുക്കാനായിട്ട് സാധിക്കും. വളരെ ദീർഘക്ഷമയോടെ, വളരെ സ്നേഹത്തോടെ, സൗഹൃദപരമായിട്ട് വേണം നമ്മൾ ഒരാളോട് ദൈവത്തിന്റെ വചനം പങ്കുവെക്കുവാൻ എന്നുകൂടെ ഈ കൂട്ടത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ ബൈബിളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. ഇതുവരെ ബൈബിളിന്റെ ആമുഖങ്ങളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ബൈബിളിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്ന നോട്ടുകൾ നന്നായി നിങ്ങൾ പഠിക്കണം. ഒരു 2 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ അതിൽ നിന്ന് വായിക്കണം. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ബൈബിളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ബൈബിളിനെ 2ആയിട്ടാണ് പ്രധാനമായും തിരിച്ചിരിക്കുന്നത്. ഇത് പഠിക്കാൻ എളുപ്പത്തിന് വ്യത്യസ്തങ്ങളായിട്ട് ബൈബിൾ തിരിച്ച് സാധാരണഗതിയിൽ പഠിക്കാറുണ്ട്. എന്നാൽ പ്രധാനമായും ബൈബിളിനെ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പഴയ നിയമമെന്നും മറ്റൊന്ന് പുതിയ നിയമമെന്നും. പഴയ നിയമത്തില് 39 പുസ്തകങ്ങളും പുതിയ നിയമത്തില് 27 പുസ്തകങ്ങളും ഉണ്ട്. ഇതൊന്നും നമ്മൾ മറന്നു പോകരുത്. പഴയ നിയമത്തില് 39 പുസ്തകങ്ങളുണ്ട്, പുതിയ നിയമത്തില് 27 പുസ്തകങ്ങളും ഉണ്ട്. ഇനി പഴയ നിയമത്തെ നമുക്ക് 5ആയിട്ട് തിരിച്ച് പഠിക്കാൻ കഴിയും. പഴയ നിയമത്തെ നമുക്ക് 5ആയിട്ട് തിരിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, പഴയ നിയമ പുസ്തകങ്ങള് 39 എണ്ണമാണല്ലോ. ആ 39 പുസ്തകങ്ങളെ നമുക്ക് 5ആയിട്ട് തിരിച്ച് പഠിക്കാം. അതായത് ഒന്നാമത്തെ പിരിവ് ന്യായപ്രമാണ പുസ്തകങ്ങളാണ്. ന്യായപ്രമാണ പുസ്തകങ്ങൾ, അതായത് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെന്നും അത് അറിയപ്പെടുന്നുണ്ട്. ന്യായപ്രമാണ പുസ്തകങ്ങൾ അത് ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളെയാണ് ന്യായപ്രമാണ പുസ്തകങ്ങൾ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ നോട്ട് ചെയ്യാവുന്നതാണ്. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകം, അതിനെ ന്യായപ്രമാണ പുസ്തകങ്ങളെന്നോ അല്ലെങ്കിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെന്നോ നമുക്ക് വിളിക്കാവുന്നതാണ്. ഉൽപ്പത്തി മുതൽ ആവർത്തന പുസ്തകം വരെയുള്ള ആദ്യത്തെ 5 പുസ്തകങ്ങൾ. ഇനി രണ്ടാമത്തെ പിരിവ് ചരിത്ര പുസ്തകങ്ങളാണ്. ചരിത്ര പുസ്തകങ്ങൾ 12 എണ്ണമാണ്. 12 ചരിത്ര പുസ്തകങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചരിത്ര പുസ്തകങ്ങൾ 12 എണ്ണം. അത് യോശുവ മുതൽ എസ്തേർ വരെയുള്ള പുസ്തകങ്ങളാണ്. യോശുവ ടു എസ്തേർ വരെയുള്ള പുസ്തകങ്ങളാണ്. ഇത് 12 പുസ്തകങ്ങളാണ് ചരിത്ര പുസ്തകങ്ങൾ എന്ന് ഇതിനെ വിളിക്കുന്നു. മൂന്നാമതായിട്ട് വിജ്ഞാന സാഹിത്യമാണ്. വിജ്ഞാന സാഹിത്യം ഇത് 5 പുസ്തകങ്ങളാണ്. വിജ്ഞാന സാഹിത്യം 5 പുസ്തകങ്ങളാണ്. വിജ്ഞാന സാഹിത്യം 5 പുസ്തകങ്ങളാണ്. ഇയ്യോബ് മുതൽ ഉത്തമഗീതം വരെ. ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, ഇങ്ങനെ ഈ 5 പുസ്തകത്തെ വിളിക്കുന്ന പേര് വിജ്ഞാന സാഹിത്യം എന്നാണ്. വിജ്ഞാന സാഹിത്യം. ഇനി നാലാമതായിട്ട് ഉത്തമഗീതങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പ്രവചന ഗ്രന്ഥങ്ങൾ ആരംഭിക്കുകയാണ്.
അപ്പം അടുത്ത നാലാമത്തേത് വലിയ പ്രവാചകന്മാർ. വലിയ പ്രവാചകന്മാർ, അതും 5 പുസ്തകങ്ങളാണ്. വലിയ പ്രവാചകന്മാർ, വലിയ പ്രവാചകന്മാർ. നിങ്ങൾ ഒരുപക്ഷെ ഈ പദങ്ങൾ കേട്ടിട്ടുണ്ടാകും, പല പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വലിയ പ്രവാചകൻ, ചെറിയ പ്രവാചകൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതിൽ വലിയ പ്രവാചകന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ അടുത്ത നാലാമത്തേത് വലിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളാണ്. 5 പുസ്തകങ്ങളാണ്. ഇത് യെശയ്യാവ് മുതൽ ദാനിയേൽ വരെ. യെശയ്യാവ്, യിരെമ്യാവ്, വിലാപങ്ങൾ, യെഹെസ്കേൽ, ദാനിയേൽ. യെശയ്യാവ് മുതൽ ദാനിയേൽ വരെയാണ് വലിയ പ്രവാചകന്മാർ. യെശയ്യാവ്, യിരെമ്യാവ്, വിലാപങ്ങൾ, യെഹെസ്കേൽ, ദാനിയേൽ. ഇങ്ങനെ 5 പുസ്തകങ്ങൾ. ഇനി അഞ്ചാമതായിട്ട് ചെറിയ പ്രവാചകന്മാർ. ചെറിയ പ്രവാചകന്മാർ, അതും 12 പുസ്തകങ്ങളാണ്. ചെറിയ പ്രവാചകന്മാരുടെ 12 പുസ്തകങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഹോശയ്യ മുതൽ മലാഖി വരെയാണ്. ചെറിയ പ്രവാചകന്മാർ 12 പുസ്തകങ്ങളുണ്ട്. ഹോശയ്യ മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളാണ്. ഹോശയ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, നഹൂം, ഹബക്കൂക്ക്, സഫന്യാവ്, ഹഗായി, സക്കരിയാവ്, മലാഖി. ഇങ്ങനെ 12 പേരാണ് ചെറിയ പ്രവാചകന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾ ഈ പുസ്തകക്രമം നിങ്ങൾ കാണാതെ പഠിക്കണം. കാരണം ബൈബിളിനെ പെട്ടെന്ന് നമുക്ക് ബൈബിളിലൊരു വാക്യം പെട്ടെന്ന് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ബൈബിളിലെ പുസ്തകങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ഇനി പുതിയ നിയമവും കൂടെ നമുക്ക് നോക്കാം. പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടു 27 പുസ്തകങ്ങളാണുള്ളത്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ് ഉള്ളത്. 27 പുസ്തകങ്ങൾ. ആ പുതിയ നിയമത്തെ നമുക്ക് 5ആയിട്ട് തന്നെ തിരിക്കാം. പുതിയ നിയമത്തെയും നമുക്ക് 5ആയിട്ട് തിരിക്കാം. പഴയ നിയമത്തെ നമ്മൾ 5ആയിട്ട് തിരിച്ചു. പുതിയ നിയമത്തെയും നമുക്ക് 5ആയിട്ട് തന്നെ തിരിക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് സുവിശേഷങ്ങൾ. സുവിശേഷങ്ങൾ 4 എണ്ണമാണ്. സുവിശേഷങ്ങൾ മത്തായി മുതൽ യോഹന്നാൻ വരെ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇത് സുവിശേഷങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2 ചരിത്രം അല്ലെങ്കിൽ ചരിത്ര പുസ്തകം. ചരിത്ര പുസ്തകം അത് ഒരെണ്ണം മാത്രമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ മാത്രമാണ്. രണ്ടാമത്തേത് ചരിത്ര പുസ്തകം, അത് അപ്പോസ്തല പ്രവൃത്തികളാണ്. മൂന്നാമത്തേത് പൗലോസിന്റെ ലേഖനങ്ങൾ. പൗലോസിന്റെ ലേഖനങ്ങൾ അത് 14 പുസ്തകങ്ങളാണ് പൗലോസിന്റെ ലേഖനങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. 14 പുസ്തകങ്ങൾ. റോമർ മുതൽ എബ്രായർ വരെ. റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, തെസലോനിക്കർ, 1 തെസലോനിക്കർ, 2 തെസലോനിക്കർ, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലേമോൻ, എബ്രായർ. ഇങ്ങനെയുള്ള 14 പുസ്തകങ്ങൾ അടങ്ങിയതാണ് പൗലോസിന്റെ ലേഖനങ്ങൾ. നാലാമതായി മറ്റു ലേഖനങ്ങൾ. മറ്റു ലേഖനങ്ങൾ ഇത് 7 എണ്ണമാണ്. മറ്റു ലേഖനങ്ങൾ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളുണ്ട്. അതല്ലാതെ മറ്റു ലേഖനങ്ങൾ 7 എണ്ണമുണ്ട്. യാക്കോബ് മുതൽ യൂദ വരെ. യാക്കോബ് മുതൽ യൂദ വരെ. യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദ. ഇനി അഞ്ചാമതായിട്ട് പ്രവചന പുസ്തകം. പുതിയ നിയമത്തിൽ ആകെ ഒരേ ഒരു പ്രവചന പുസ്തകമേ ഉള്ളൂ. അത് വെളിപ്പാട് പുസ്തകമാണ്. പുതിയ നിയമത്തിൽ ആകെയുള്ള ഒരേ ഒരു പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെ നമ്മൾ 10ആയിട്ട് നമ്മൾ ബൈബിളിനെ തിരിച്ചു പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഴയ നിയമത്തെ നമ്മൾ 5ആയിട്ട് തിരിച്ചു. പുതിയ നിയമത്തെയും 5ആയിട്ട് തിരിച്ച് നമ്മൾ പഠിപ്പിക്കുന്നു. ഇനിയും പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി പലരും പല വിധത്തിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കാറുണ്ട്. ചരിത്ര പുസ്തകങ്ങൾ, ഉപദേശ പുസ്തകങ്ങൾ, പ്രവചന ഗ്രന്ഥങ്ങൾ എന്നൊക്കെ ഇതിനെ തരംതിരിച്ച് പഠിക്കാറുണ്ട്.
നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിങ്ങനെ 5ആയിട്ട് തിരിച്ച് കുറച്ചും കൂടെ വിശാലമായിട്ടാണ് നമ്മളിപ്പോ ഇതിനെ 5ആയിട്ട് തിരിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ബൈബിളിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് സാധ്യമായി തീരും. അതുകൊണ്ട് ഈ 10 വിഭജനങ്ങളെ നമ്മൾ പഠിക്കണം. 10 വിഭജനങ്ങളെ നമ്മൾ പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് ബൈബിളിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു 3 മിനിറ്റ് നമുക്ക് റെസ്റ്റാണ്, ഫ്രീ ടൈമാണ്. നിങ്ങൾക്ക് വെള്ളം കുടിക്കാം, നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ വേഗത്തില് ഓക്കെ, നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഉൽപ്പത്തി എന്നൊരു ഹെഡിങ് നിങ്ങൾ കൊടുത്തേക്കുക. ഉൽപ്പത്തി പുസ്തകത്തില് 50 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 50 അധ്യായങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തില് ഉള്ളത്. ഉൽപ്പത്തി എന്ന വാക്കിന്റെ അർത്ഥം തുടക്കം എന്നാണ്. തുടക്കം. ഉൽപ്പത്തി എന്ന വാക്കിന്റെ അർത്ഥം ഉൽപ്പത്തി എന്ന വാക്കിന്റെ അർത്ഥം തുടക്കം എന്നാണ്. എല്ലാറ്റിൻ്റെയും തുടക്കങ്ങൾ ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. എല്ലാറ്റിൻ്റെയും തുടക്കങ്ങൾ ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. എന്തൊക്കെ തുടക്കങ്ങളാണ്? 1, സൃഷ്ടിയുടെ തുടക്കം. സൃഷ്ടിയുടെ തുടക്കം. 2, മനുഷ്യന്റെ തുടക്കം. 3, മനുഷ്യരുടെ പാപത്തിന്റെ തുടക്കം. 4, വീണ്ടെടുപ്പിന്റെ തുടക്കം. 5, മതഭക്തി, ആത്മീയത എന്നിങ്ങനെ 2 ശാഖകളുടെ തുടക്കം. 6, ബാബിലോണിന്റെ തുടക്കം. 7, യെറുസലേമിന്റെ തുടക്കം. 8, യഥാർത്ഥവും വ്യാജവുമായ മതഭക്തിയുടെ തുടക്കം എന്നിവയെക്കുറിച്ചെല്ലാം ആരംഭിക്കുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഇത് ആരംഭങ്ങളുടെ പുസ്തകമാണ്. ഒരുപാട് ആരംഭങ്ങളുടെ പുസ്തകമാണ്. ദൈവത്തിന്റെ വചനം ഈ വാക്കുകളോടെയാണ് ആരംഭിക്കുന്നത്. ആദിയിൽ ദൈവം. ബൈബിൾ ആരംഭിക്കുന്ന വാക്കിതാണ്, ആദിയിൽ ദൈവം. ഓരോ ദിവസവും നമ്മുടെ ജീവിതവും അങ്ങനെ ആയിരിക്കണം. ബൈബിൾ ആരംഭിക്കുന്നത് പോലെ, ബൈബിൾ എങ്ങനെയാണ് ആരംഭിച്ചത്? ആദിയിൽ ദൈവം എന്നതുപോലെ ഓരോ ദിവസവും നമ്മുടെ ആരംഭിക്കുന്നത് ദൈവത്തിലായിരിക്കണം. പ്രഥമ സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലെയും പ്രഥമ സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാറ്റിന്റെയും തുടക്കം ദൈവത്തിലായിരിക്കണം. ഇത് ബൈബിളിന്റെ തുടക്കം എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിന്റെയും തുടക്കം ദൈവത്തിലായിരിക്കണം. ഒരിക്കലും മനുഷ്യനിലാകരുത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, അങ്ങനെ എല്ലാറ്റിലും ദൈവമായിരിക്കണം ഒന്നാമത്. നമ്മുടെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ നമുക്ക് ദൈവത്തെ കൊണ്ടുപോകാനേ പറ്റത്തില്ല. അതുപോലെയുള്ള ആഗ്രഹങ്ങൾ ഒക്കെ നമുക്ക് വരാറുണ്ട്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അത് നമ്മുടെ ലക്ഷ്യങ്ങളായിക്കോട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ, അങ്ങനെ എല്ലാ മേഖലകളിലും ഒന്നാമത് ദൈവമായിരിക്കണം. സാമ്പത്തിക കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന ഒരു പുരുഷനെയോ സ്ത്രീയെയോ കണ്ടാൽ ദൈവം അവർക്കും അവരിലൂടെയും പ്രവർത്തിക്കുന്നതിന് ഒരു പരിധിയും വെക്കുകയില്ല. അതായത് സാമ്പത്തിക കാര്യങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇങ്ങനെ എല്ലാറ്റിലും തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ദൈവം അവർക്കും അവരിലൂടെയും പ്രവർത്തിക്കുന്നതിന് ഒരു പരിധിയും വെക്കത്തില്ല. കാരണം പ്രഥമ സ്ഥാനം ദൈവത്തിലായതുകൊണ്ട്. ഉൽപ്പത്തി 1:1 വാക്യത്തില്
ആ വാക്ക് ആരംഭിക്കുന്നത് തന്നെ ആദിയിൽ ദൈവം എന്ന പദത്തോടെയാണ്. ആ വാക്യം വായിക്കുമ്പോൾ നാം അറിയേണ്ട കാര്യം എന്താണ്? എൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഒന്നാം സ്ഥാനം ഞാൻ ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ദൈവം കഴിഞ്ഞിട്ടുള്ള കാര്യമേ എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവാനായിട്ട് പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഈ ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ 1-ാം അധ്യായത്തിൽ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള വിശദ വിവരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സൃഷ്ടിയെ സംബന്ധിച്ചുള്ള വിശദമായ വിവരണങ്ങളാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഈ അധ്യായത്തിലെ, അതായത് 1-ാം അധ്യായത്തിലെ 2 വാക്കുകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. 1-ാം അധ്യായത്തിലെ 2 വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സൃഷ്ടിച്ചത്, 2 ഉണ്ടാക്കിയത്. 1 സൃഷ്ടിച്ചത്, 2 ഉണ്ടാക്കിയത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും 2 വാക്കും ഒന്ന് തന്നെയാണ് നമുക്ക് തോന്നും. പക്ഷെ 2 വാക്കും ഒന്നല്ല. ഈ 2 വാക്കുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഞാൻ 1-2 വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി 1:1 ആദിയിൽ ദൈവം സൃഷ്ടിച്ചു, അല്ലെ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. എന്നാൽ അടുത്ത വാക്ക്, എന്നാൽ അവിടുന്ന് ആകാശവിധാനത്തെ ഉണ്ടാക്കി. 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, ഉൽപ്പത്തി 1:7 നമ്മൾ വായിക്കുന്നത് ആകാശവിധാനത്തെ ഉണ്ടാക്കി എന്നാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചു. 1:27 മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മറ്റൊരു വാക്ക് കാണുന്ന ഭൂമിയിലെ എല്ലാ ഇനം മൃഗങ്ങളെയും ജന്തുക്കളെയും ഉണ്ടാക്കി. അപ്പൊ സൃഷ്ടിക്കുക, ഉണ്ടാക്കുക എന്ന് പറയുന്ന രണ്ടും രണ്ടർത്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉണ്ടാക്കുക എന്നത് നിലവിലുള്ള ചില വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയതൊന്ന് ഉണ്ടാക്കുന്നതാണ്. ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിലവിൽ ഓൾറെഡി ആ വസ്തുക്കൾ ഉണ്ട്. ആ വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയതൊന്നിനെ എന്ത് ചെയ്യുക? ഉണ്ടാക്കുക. ഇതാണ് ഉണ്ടാക്കുക എന്ന പദത്തിന്റെ അർത്ഥം. എന്നാൽ സൃഷ്ടി എന്നത് നിലവിലില്ലാത്ത ഒന്നിനെ പുതിയതായി ഉണ്ടാക്കുന്നതാണ്. സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അതുവരെയും ഇല്ല, അങ്ങനെ ഒരു സാധനമേ ഇല്ല. അങ്ങനെ ഒരു ഇല്ലാത്ത സാധനത്തെ പുതിയതായി ഉണ്ടാക്കുന്നതിനെയാണ് സൃഷ്ടിക്കുക അല്ലെങ്കിൽ സൃഷ്ടി എന്ന് പറയുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമായിരിക്കാം. വേദപണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനുശേഷം ദീർഘവർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് അടുത്ത പദം വരുന്നതെന്നാണ് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. അപ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇത് കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാവാം, നമുക്കതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല. ദൈവം താൻ അരുളി ചെയ്ത വചനത്താൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ദൈവം അത് പരിപൂർണമായും ചെയ്തു. ദൈവം സൃഷ്ടിക്കുന്ന ഒന്നും മോശമല്ല. പാഴും ശൂന്യമായതിനെ ദൈവം സൃഷ്ടിക്കാറില്ല. ദൈവം സൃഷ്ടിക്കുന്നത് പൂർണ്ണതയുള്ളത് തന്നെയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അപ്പൊ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ പരിപൂർണമായിട്ടാണ് ചെയ്യുന്നത്. ദൈവം സൃഷ്ടിക്കുന്ന ഒന്നും അപൂർണമല്ല എന്ന് നമുക്കറിയാം. എന്നാല് ഭൂമി രൂപരഹിതവും ശൂന്യവും അന്ധകാരം നിറഞ്ഞതും ആയി എന്ന് നമ്മൾ വായിക്കുന്നു. മലയാളത്തിൽ നമുക്ക് അങ്ങനല്ല കിടക്കുന്നത്, പാഴും ശൂന്യവുമായെന്നാണ് മലയാളത്തിൽ നമുക്ക് കിടക്കുന്നത്. എന്നാൽ അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ നമ്മൾ വായിക്കുന്ന രൂപരഹിതമായെന്നാണ്. അതായത് രൂപമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു, അത് ശൂന്യമായിരുന്നു, ഇരുട്ട് നിറഞ്ഞതായിരുന്നു, അല്ലെങ്കിൽ അന്ധകാരം നിറഞ്ഞതായിരുന്നു എന്നാണ് അതിന്റെ ഒറിജിനൽ
തർജ്ജമയില് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പൊ എങ്ങനെയാണ് ദൈവം പൂർണ്ണമായി ഇതിനെ സൃഷ്ടിക്കുന്നെങ്കിൽ ഭൂമി രൂപരഹിതവും ശൂന്യവും അന്ധകാരം നിറഞ്ഞതുമാകുന്നത് എങ്ങനെയാണ്? ദൈവം ഒരിക്കലും ശൂന്യവും രൂപരഹിതവും അന്ധകാരം നിറഞ്ഞതുമായ ഒന്ന് സൃഷ്ടിക്കത്തില്ല. ഒന്നാം വാക്യത്തിനും രണ്ടാം വാക്യത്തിനും ഇടയിൽ എന്തോ സംഭവിച്ചതാണ് അതിന്റെ പിന്നിലുള്ള കാരണം. അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന ഒന്നാം വാക്യത്തിനും ഭൂമി രൂപരഹിതവും ശൂന്യവും അന്ധകാരം നിറഞ്ഞതും ആയി എന്ന രണ്ടാമത്തെ വാക്യത്തിനും ഇടയിൽ എന്തോ ഒന്ന് സംഭവിച്ചു. അതെന്താണ് സംഭവിച്ചത്? ലൂസിഫർ എന്ന മാലാഖ വീണു, അവൻ പിശാചായി തീർന്നു. പാപം ഈ പ്രപഞ്ചത്തിലേക്ക് വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഏതാ? ഭൂമി രൂപരഹിതവും ശൂന്യവും അന്ധകാരം നിറഞ്ഞതും ആയിപ്പോയത്. അപ്പം ലൂസിഫറിന്റെ ചരിത്രം നമുക്കറിയാം. നമ്മൾ ഒരുപാട് മെസ്സേജുകൾ, പ്രസംഗങ്ങൾ ഇതിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ആ കാര്യം പരാമർശിച്ചിട്ടില്ല. എവിടെയാ? ഈ ഒന്നാം വാക്യത്തിന്റെയും രണ്ടാം വാക്യത്തിന്റെ ഇടയില് അവിടെ പറയുന്നില്ല ഇതുപോലെ ലൂസിഫറിന് വെട്ടിത്താഴേക്കിട്ടെന്നോ അല്ലെങ്കിൽ അത് നിമിത്തം ഭൂമി രൂപരഹിതമായെന്നോ ശൂന്യമായി പോയെന്നോ അന്ധകാരം നിറഞ്ഞെന്നോ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. വേദപുസ്തകം മനുഷ്യർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്, മാലാഖമാർക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ ദൂതന്മാർക്ക് വേണ്ടിയല്ല വേദപുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യ സൃഷ്ടിയെ സംബന്ധിച്ച് ആദ്യ അധ്യായത്തിൽ തന്നെ പരാമർശിച്ചിരിക്കുന്നത്. മനുഷ്യർക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമായതുകൊണ്ട്, ഇത് ദൂതന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ടതല്ലാത്തത് കൊണ്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ മനുഷ്യ സൃഷ്ടിയെ സംബന്ധിച്ച് ദൈവം പരാമർശിച്ചിരിക്കുകയാണ്. എന്നാൽ ലൂസിഫറിന്റെ വീഴ്ചയെ സംബന്ധിച്ച് വളരെ കഴിഞ്ഞു മാത്രമാണ് പരാമർശിക്കുന്നത്. അതായത് യെശയ്യാ പ്രവചനത്തിലേക്കും എഗസ്കേൽ പ്രവചനത്തിലേക്കും വരുമ്പോഴാണ് ലൂസിഫറിനെ കുറിച്ച് പരാമർശിക്കുന്നത് നമുക്ക് കാണുന്നത്. അതിന്റെ കാരണം എന്താ? നമുക്ക് ന്യായമായ ഒരു സംശയം തോന്നും. എന്തുകൊണ്ടാ ദൈവം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെയും 2-ാം വാക്യത്തിന്റെ ഇടയിൽ ഇത് എഴുതാഞ്ഞത്? അതിന്റെ കാരണം ഇത് ദൂതന്മാർക്ക് വേണ്ടി എഴുതിയ പുസ്തകമല്ല, ഇത് നമുക്ക് വേണ്ടി എഴുതിയ പുസ്തകമാണ്. നമ്മൾ ഇതിൽ നിന്ന് അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച്, നമ്മൾ എങ്ങനെയാണ് ഉണ്ടായത്, മനുഷ്യൻ എന്തുകൊണ്ടാണ് പാപത്തിലായിപ്പോയത്, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം എന്താണ്, എന്താണ് ദൈവത്തോട് അവർ മത്സരിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യരറിയണം. അല്ലാതെ ഇത് ദൂതന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട പുസ്തകമല്ല. അതുകൊണ്ട് തന്നെ ഈ ലൂസിഫറിനെ കുറിച്ച് വളരെ കഴിഞ്ഞ പുസ്തകങ്ങൾ പലതും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലും എഗസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിലുമാണ് ഈ ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം, എഗസ്കേൽ പ്രവചനം 28-ാം അധ്യായം. ഈ രണ്ട് സ്ഥലത്താണ് ലൂസിഫറിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ. കളങ്കിതവും അന്ധകാരം നിറഞ്ഞതും ശൂന്യവുമായ ഭൂമിയുടെ പുനർനിർമ്മാണത്തെ സംബന്ധിച്ചാണ് 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അതായത് കളങ്കിതമായി പോയ, കളങ്കപ്പെട്ടു പോയ, അന്ധകാരം നിറഞ്ഞ, ശൂന്യമായി പോയ ഭൂമിയുടെ പുനർനിർമ്മാണത്തെ സംബന്ധിച്ചാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ അധ്യായത്തിന്റെ അവസാനം എത്തുമ്പോൾ ഭൂമി വീണ്ടും മനോഹരമായി തീർന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ ഇത് കളങ്കിതമായി, അന്ധകാരം നിറഞ്ഞു, ശൂന്യമായി പോയി. എന്നാൽ ഈ അധ്യായം അവസാനിക്കുമ്പോ അങ്ങനെ കളങ്കിതമായ, അന്ധകാരം നിറഞ്ഞ, ശൂന്യമായ ഒരു ഭൂമിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ല 1-ാം അധ്യായം അവസാനിക്കുന്നത്. ഈ ഭൂമിയെ വീണ്ടും ദൈവം മനോഹരമാക്കി തീർത്തതിനെ കുറിച്ചാണ് 1-ാം അധ്യായത്തിന്റെ അവസാനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ രൂപഭംഗിയില്ലാത്ത, കളങ്കിതമായി പോയ,
അന്ധകാരം നിറഞ്ഞ ശൂന്യമായി പോയ മേഖലകളെ അങ്ങനെ അവസാനിപ്പിക്കുകയല്ല, ആ വിഷയങ്ങളുടെ അധ്യായം അങ്ങനെ അടഞ്ഞു പോവുകയല്ല, മറിച്ച് ദൈവം അതിനെ മനോഹരമാക്കി ആ അധ്യായം അവസാനിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. കാരണം ഇതായിരിക്കുന്ന അവസ്ഥയിൽ തുടരട്ടെ എന്നല്ല ദൈവം വെച്ചത്, മറിച്ച് ഇതിനൊരു മാറ്റം ഞാൻ വരുത്തും, ഇതിന്റെ അവസ്ഥകളെ ഞാൻ മാറ്റും. അങ്ങനെ 1-ാം അധ്യായം അവസാനിക്കുമ്പോ ദൈവം തന്നെ അതിനെ നോക്കിയിട്ട് പറയുകയാണ്, ഇത് വളരെ നല്ലത്. കണ്ടോ, തുടക്കത്തില് പാഴായിപ്പോയ, രൂപരഹിതമായ, അന്ധകാരം നിറഞ്ഞ, കളങ്കിതമായ അല്ലെങ്കിൽ ശൂന്യമായി പോയ ആ ഭൂമി എന്ന് പറയുമ്പോൾ, ആ അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുകയാണ്, ഇത് വളരെ നല്ലത്. ഇതെങ്ങനെയാ? ദൈവമാക്കി തീർത്തതാണ്. ഒരിക്കൽ കളങ്കിതമായി പോയതിനെ രൂപഭംഗിയുള്ളതാക്കി മനോഹരമാക്കി ദൈവം തീർത്തു. എന്നിട്ട് ദൈവം പറയുകയാണ്, ഇത് വളരെ നല്ലതാണ്. പ്രിയരെ, വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങൾക്കും ആത്മീകമായ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ജീവിതവുമായി ഇതിന് അഭേദ്യമായ ബന്ധവുമുണ്ട്. നമുക്ക് പലപ്പോഴും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു ബന്ധത്തിലാണ് ഇതിലെ ഓരോ അധ്യായങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ നമുക്കെല്ലാം ഉള്ള ഒരു സന്ദേശമുണ്ട്. 2-ാം വാക്യത്തിൽ പരാമർശിക്കുന്നത് പോലെ സാത്താൻ മനുഷ്യവർഗത്തിലേക്ക് വന്ന് മനുഷ്യനെ ശൂന്യവും അന്ധകാരം നിറഞ്ഞതും രൂപരഹിതവുമാക്കി തീർത്തു. 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, സാത്താൻ മനുഷ്യവർഗത്തിലേക്ക് വന്നു, മനുഷ്യനെ ശൂന്യനാക്കി, അവനിലേക്ക് അന്ധകാരം പകർന്നു കൊടുത്തു, അവനെ രൂപരഹിതനാക്കി മാറ്റി. നമുക്ക് ദൈവത്തിന്റെ ഛായ നഷ്ടപ്പെട്ടു. ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് അങ്ങനല്ല. ദൈവം ആദാമിനെ കുറ്റമറ്റവനായിട്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ പിശാച് മനുഷ്യനെ നശിപ്പിച്ചു കളഞ്ഞു. അതിനാൽ ദൈവത്തിന് മനുഷ്യനെ പുനർനിർമ്മിക്കേണ്ടതായിട്ട് വന്നു. നശിച്ചുപോയ മനുഷ്യവർഗത്തെ പുനർനിർമ്മിക്കുന്ന പ്രവൃത്തിയാണ് ദൈവം ചെയ്യുന്നത്. ഇന്നും ദൈവം ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. നശിച്ചുപോയ മനുഷ്യവർഗത്തെ അവൻ എന്ത് ചെയ്യാണ്? പുനർനിർമ്മിക്കുകയാണ്. അതെത്ര ശൂന്യവും രൂപരഹിതവും അന്ധകാരം നിറഞ്ഞതുമാണെന്നത് ദൈവത്തിനൊരു വിഷയമേ അല്ല. ദൈവത്തിന് നിങ്ങളെ പുനർനിർമ്മിക്കുവാൻ കഴിയും എന്ന് 1-ാം അധ്യായത്തിൽ തന്നെ നാം പഠിക്കുന്നു. ദൈവം നിങ്ങളെ അവിടുത്തെ സാദൃശ്യം പ്രതിഫലിപ്പിക്കുന്ന വിധം പൂർണ്ണനാക്കും. വളരെ നല്ലത് എന്ന് ദൈവം അതിനെ സാക്ഷ്യപ്പെടുത്തും. വേദപുസ്തകത്തിലെ 1-ാം അധ്യായത്തിന്റെ സന്ദേശം ഇതാണ്. ഈ സന്ദേശമാണ് ആത്മീകമായി നാം മനസ്സിലാക്കേണ്ടത്. എത്ര രൂപരഹിതമായാലും ശൂന്യമായാലും അന്ധകാരം നിറഞ്ഞതായെങ്കിലും ദൈവത്തിന് അതൊരു വിഷയമല്ല. ദൈവത്തിന് നമ്മളെ പുനർനിർമ്മിക്കുവാൻ കഴിയും. ദൈവത്തിന് നമ്മളെ പുതുക്കിയെടുക്കാൻ കഴിയും. ദൈവത്തിന് നമ്മളെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റുവാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിന്റെ സാദൃശ്യം പ്രതിഫലിപ്പിക്കുന്ന വിധം നമ്മളെ ദൈവം പൂർണ്ണനാക്കി മാറ്റും. വളരെ നല്ലത് എന്ന ദൈവം അതിനെ സാക്ഷ്യപ്പെടുത്തും. അല്ലേ? ദൈവം ഇന്ന് ദൈവമക്കളെ നോക്കി, വിശ്വസ്തയോടെ ദൈവസനിൽ ജീവിക്കുന്ന ദൈവ പൈതലിനെ നോക്കി ദൈവം പറയും, വളരെ നല്ലത്, വളരെ നല്ലത്. ഉൽപ്പത്തി 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ പാഴായ, ശൂന്യമായ, ഇരുട്ട് നിറഞ്ഞ, രൂപരഹിതമായ ആ ഭൂമിയെ 1-ാം അധ്യായം അവസാനിക്കുമ്പോൾ ദൈവം ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം അധ്യായം അവസാനിക്കുകയാണ്. ഇതാണ് 1-ാം അധ്യായത്തിന്റെ സന്ദേശം. എന്നാൽ ഈ പരിവർത്തനം എങ്ങനെയാണ് നടന്നത്? അതെങ്ങനെ നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതേ കാര്യം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്കും ഇത് കൊണ്ടുവരാൻ കഴിയും. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത് നമ്മൾ അറിഞ്ഞാൽ മതി, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ദിനംതോറും ദൈവം തന്റെ വചനം പ്രസ്താവിച്ചു. ആദ്യ ദിവസങ്ങൾ അവിടുന്ന് ചിലത് അരുളി ചെയ്തു, 2-ാം ദിവസം മറ്റു ചിലത് അരുളി ചെയ്തു. അങ്ങനെ എല്ലാ ദിവസവും സംസാരിച്ചു. അല്ലേ? നമുക്കറിയാം, 1-ാം ദിവസം ദൈവം സംസാരിക്കുന്നു,
രണ്ടാം ദിവസം സംസാരിക്കുന്നു, മൂന്നാം ദിവസം സംസാരിക്കുന്നു, നാലാം ദിവസം, അഞ്ചാം ദിവസം, ആറാം ദിവസം. ഇങ്ങനെ എല്ലാ ദിവസങ്ങളിലും ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളോട് നാൾതോറും അരുളി ചെയ്യുന്ന ജീവനുള്ള വചനം, അതാണ് വേദപുസ്തകത്തിന്റെ 1-ാം അധ്യായത്തില് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ രൂപാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കണമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കൊരു മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു രൂപാന്തരം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളാലും ജീവിക്കുന്നു എന്ന് യേശു പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ യേശു പറഞ്ഞ ഒരു പദമാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. മനുഷ്യർ ജീവിക്കുന്നതിനുള്ള ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു. അതിനാൽ ദിനംതോറും നാം അവിടുത്തെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ നാം രൂപാന്തരം പ്രാപിക്കുകയില്ല. ആദിമ മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഓരോ ദിവസവും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ദൈവം ആദാമിന്റെ അടുക്കൽ വരുമായിരുന്നു. ദൈവ ശബ്ദം ആദാം കേൾക്കുമായിരുന്നു. ആ ജീവിതം അവന് വളരെ സന്തോഷമായിരുന്നു, വളരെ ഹാപ്പി ലൈഫായിരുന്നു. അപ്പോൾ ദിനംതോറും ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മളിൽ രൂപാന്തരം ഉണ്ടാകുന്നത്, നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, നമ്മളിൽ മാനസാന്തരം ഉണ്ടാകുന്നത്. ദൈവത്തെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നൊരു സ്വഭാവം നാം വളർത്തിയെടുക്കണം. ദൈവത്തെ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കിഷ്ടമില്ലാത്ത ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കും. ചിലപ്പോൾ മൊബൈൽ എടുത്ത് വെറുതെ നമ്മൾ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അലസമായിട്ട് നമ്മൾ ഇരിക്കുകയായിരിക്കും. എന്നാൽ നമ്മൾ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എത്ര കെയർഫുൾ ആയിട്ടിരിക്കും. ഇതുപോലെ ആയിരിക്കണം, ദൈവത്തെ ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിരിക്കണം നമ്മൾ. ഈ ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഒരു വ്യക്തി ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയരുത് എന്നാണ് അവന്റെ ആഗ്രഹം. അതിനവൻ വ്യത്യസ്ത തന്ത്രങ്ങൾ ഉപയോഗിക്കും. ആ ശ്രദ്ധയെ മാറ്റിക്കളയുവാൻ അവൻ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു കളയും. മറ്റു പല കാര്യങ്ങൾ കൊണ്ടുവരും, പല ചിന്തകൾ കൊണ്ടുവരും, ക്ഷീണം കൊണ്ടുവരും, ഉറക്കം വരുന്ന പോലെ തോന്നും. ഇത് പിശാചിന്റെ തന്ത്രമാണ്. ആ തന്ത്രത്തെ ജയിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് വരില്ല. ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് വന്നില്ലെങ്കിൽ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് സാധ്യമാവുകയുമില്ല. നമ്മളൊരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് പരാജയപ്പെട്ട് ജീവിക്കാനേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ദിനംതോറും ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കണം. അതെന്തിനാണ്? നമ്മെ രൂപാന്തരപ്പെടുത്താനാണ്. അപ്പോൾ ദൈവത്തെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നൊരു സ്വഭാവം നാം വളർത്തിയെടുക്കണം. ദിനംതോറും ദൈവം നമ്മളോട് സംസാരിക്കുന്നു. എല്ലാ ദിവസവും ദൈവം നമ്മളോട് സംസാരിക്കുന്നു. എന്നാൽ മിക്ക വിശ്വാസികളും ദൈവം പറയുന്നത് കേൾക്കുന്നില്ല. ദിനംതോറും വേദപുസ്തകം വായിക്കുന്നവർ പോലും ദൈവത്തെ കേൾക്കുന്നില്ല. ദൈവത്തെ കേൾക്കുന്നതും വേദപുസ്തകം വായിക്കുന്നതും ഒരുപോലെയല്ല. ഒരു കഥാപുസ്തകം വായിക്കുന്നത് പോലെ നിങ്ങൾക്ക് വേദപുസ്തകം വേണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഒരു ശാസ്ത്ര വിഷയം പഠിക്കുന്നത് പോലെ പഠിക്കാം. അപ്പോഴും ദൈവം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത് കേൾക്കണമെന്നില്ല. പലരും ബൈബിളിനെ പല വിധത്തിലാണ് ഉപയോഗിക്കുന്നത്. ചിലർ ബൈബിളിനെ പേടി മാറ്റാനുള്ള ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കും. ഇടിവെട്ടുമ്പോഴും കരണ്ട് പോകുമ്പോഴും കള്ളം വരുമെന്ന് പേടിയുണ്ടാകുമ്പോഴും ബൈബിൾ എടുത്ത് തലയണയുടെ കീഴിൽ വെച്ച് കിടക്കുന്ന ആളുകളെ എനിക്കറിയാം. അല്ലെങ്കിൽ ആ ബൈബിളിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ എനിക്കറിയാം. അല്ലെങ്കിൽ ഭയം തോന്നുമ്പോൾ 91-ാം സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട്. ഇതിനുവേണ്ടിയൊന്നും അല്ല നമ്മൾ ബൈബിൾ ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാൻ, നമ്മൾ ഏറ്റവും അധികം ആഴമായി സ്നേഹിക്കുന്ന, നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ആ കർത്താവിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ പ്രിയരെ, നമ്മൾ എത്ര സന്തോഷവാന്മാരായിരിക്കും അല്ലേ?
ഈ ലോകത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നോട്ടെ, എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞോട്ടെ, ആരും കൂടെ നിൽക്കാനില്ലാതെ വന്നോട്ടെ, പക്ഷേ ഈ ഒരു ദൈവശബ്ദം മതി നിനക്കൊരു ആയുഷ്കാലം മുഴുവൻ ജീവിക്കാൻ. പക്ഷേ ഒരു ശബ്ദമല്ല, ഓരോ നിമിഷവും ദൈവം നമ്മളോട് സംസാരിക്കും. അത് തന്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കഥപുസ്തകം വായിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ശാസ്ത്ര പുസ്തകം വായിക്കുന്നത് പോലെയോ നമ്മൾ ബൈബിളിനെ സമീപിക്കരുത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇവിടെ നാം കാണേണ്ട മറ്റൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ വ്യാപരിച്ചു കൊണ്ടിരുന്നു എന്നാണ് ഉൽപ്പത്തി 1:2 നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ വ്യാപരിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് അനുവദിക്കണം. ഒന്ന്, നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നു. 2, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് നിങ്ങൾ അനുവദിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് രൂപാന്തരപ്പെടുവാനായിട്ട് കഴിയൂ. അപ്പോൾ ആദ്യം വചനം കേൾക്കുക. 2, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക. അപ്പോൾ മാത്രമേ നമ്മളിൽ ഒരു രൂപാന്തരം ഉണ്ടാകുകയുള്ളൂ. ആദ്യം മുതൽ ദൈവവചനത്തോടൊപ്പം പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ വചനം എവിടെയൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധാത്മാവിന് മാത്രമേ ഒരു മനുഷ്യനെ പരിവർത്തനം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദൈവവചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും സംയുക്ത പ്രവർത്തനമാണ് കുത്തഴിഞ്ഞു കിടന്ന ഈ ഭൂമിയെ മനോഹരമാക്കി തീർത്തത്. കണ്ടോ, അലങ്കോലപ്പെട്ട് കിടന്ന, കുത്തഴിഞ്ഞു കിടന്ന, ഒരു രൂപഗുണവും ഇല്ലാതെ കിടന്ന ഈ ഭൂമിയെ മനോഹരമാക്കി തീർത്തത് 2 കാര്യങ്ങളാണ്. 1, ദൈവത്തിന്റെ വചനവും, 2, പരിശുദ്ധാത്മാവും. ഈ 2 കാര്യങ്ങൾ ചേർന്ന് വന്നപ്പോഴാണ് ഭൂമി നല്ലത് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാം. പക്ഷേ ഈ 2 കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. 1, ദൈവത്തിന്റെ വചനം, 2, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഇത് 2ഉം നമ്മുടെ മേൽ വെളിപ്പെടണം. നമ്മുടെ മേൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് രൂപഗുണമുള്ളതാക്കി മനോഹരമായതായി മാറാനായിട്ട് സാധിക്കൂ. ക്രിസ്തീയ ലോകത്തിലെ പ്രധാന ആവശ്യം സന്തുലിതാവസ്ഥ ഉണ്ടാകണമെന്നതാണ്. പല വിശ്വാസികളും ദൈവവചനം പഠിക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ അതേ പ്രാധാന്യം പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നതിന് നൽകുന്നില്ല. ചിലർ വചനത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നതിൽ ആ ഒരു പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ നിങ്ങൾ ദൈവവചനം പഠിച്ചാൽ നിങ്ങൾ ഉണങ്ങിയ അസ്ഥി പോലെ നിർജീവമായിരിക്കും. മറ്റു ചിലർ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകൾക്ക് പ്രാധാന്യം കൊടുത്ത് ദൈവവചനത്തെ അവഗണിക്കുന്നു. ഇത് 2ഉം അപകടകരമാണ്. ചിലർ വചനത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു, ചിലർ അഭിഷേകത്തിനും പരിശുദ്ധാത്മാ ശുശ്രൂഷകൾക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്നു. ഇത് 2ഉം അപകടകരം. അങ്ങനെ വഴിതെറ്റി വികാര പ്രകടനങ്ങൾ ആത്മാവിന്റെ പ്രവൃത്തിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അത് പാളം തെറ്റിയ തീവണ്ടി പോലെയാണ്. മുൻപോട്ട് പോകാനാവാതെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അവരെ നയിക്കുവാൻ ദൈവവചനത്തെ അവർ അനുവദിക്കുന്നില്ല എന്നതാണ് അതിന്റെ കാരണം. പാളം തെറ്റിയ ഒരു തീവണ്ടിയുടെ അവസ്ഥ നമുക്കറിയാം. അതിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് വളരെ കൂക്കലും ബഹളവും ശബ്ദവും എല്ലാം ഉണ്ടാക്കും. പക്ഷെ ഇത് മുൻപോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന് പോകാനായിട്ട് സാധിക്കത്തില്ല. മുൻപോട്ട് പോകണമെങ്കിൽ ദൈവവചനമാകുന്ന പാളം ആവശ്യമാണ്. ഒരു പാളത്തിലൂടെ തീവണ്ടി പോകുന്നത് പോലെ വേണം നമ്മുടെ ജീവിതം മുൻപോട്ട് പോകാൻ. പാളം തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ യാത്ര സുഗമമാകില്ല. ആ പാളത്തിൽ നിന്ന് താഴെ പോയാൽ ഈ ട്രെയിൻ ഒരടി പോലും മുൻപോട്ട് പോകില്ല. അത് അവിടെ തന്നെ കിടക്കും. പക്ഷെ ശബ്ദങ്ങൾ ഉണ്ടാവാം, ബഹളങ്ങൾ ഉണ്ടാകാം, ഹോണടി ഉണ്ടാകാം,
വെട്ടം, ലൈറ്റ് ഉണ്ടാവാം, ഇതെല്ലാം കാണാം, പക്ഷേ അത് മുൻപോട്ട് പോവുകയില്ല. നമ്മളെ പൂർണ്ണരാക്കുന്നതിന് നീതിപൂർവമായ തിരുത്തലുകളും ഉപദേശവും നമുക്ക് ലഭിക്കുമെന്നത് തിരുവെഴുത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നോക്കൂ പ്രിയരെ, ദൈവവചനത്തിന്റെ ആധികാരികത നിങ്ങൾ ശ്രദ്ധിച്ചോ? മനുഷ്യൻ വീണു പോകുന്നതിന് മുൻപ്, മനുഷ്യൻ പാപത്തിലേക്ക് വീഴുന്നതിന് മുമ്പ്, അവന് പരാജയം സംഭവിക്കുന്നതിന് മുൻപ് ദൈവം ഈ കാര്യം നമ്മളെ വെളിപ്പെടുത്തി തന്നു. രൂപരഹിതമായി കിടന്ന, പാഴും ശൂന്യവുമായി കിടന്ന ഈ ഭൂമിയെ രൂപമുള്ളതാക്കി, ഫലവത്തായതാക്കി, ഏറ്റവും നല്ലതാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവം മുന്നമേ കാണിച്ചു തന്നു. നോക്കൂ, ദൈവത്തിന്റെ പ്രവർത്തികൾ, ദൈവവചനത്തിന്റെ ആധികാരികത എത്ര വലിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഉൽപ്പത്തി 1:4 നമ്മൾ വായിക്കുന്നത്, ദൈവം വെളിച്ചത്തെ ഇരുട്ടിൽ നിന്നും വേർതിരിച്ചു. ദൈവം വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് വേർതിരിച്ചു. ഈ വേർതിരിക്കൽ 4-ാം ദിവസം ആവർത്തിക്കുന്നു. 1:18 എന്ന് ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായതിനാലാണ് ഇത് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം വെളിച്ചം സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ കൂടെ അന്ധകാരം ഇടകലരുവാൻ ദൈവം ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ദൈവം അതിനൊരു വേർതിരിവ് കൊടുത്തത്. ദൈവം അതിനൊരു വേർതിരിവ് കൊടുത്തു. എന്താ? ഇരുട്ടും വെളിച്ചവും കൂടെ ഒരുമിച്ച് പോകണ്ട. വെളിച്ചവും ഇരുട്ടിനെയും സെപ്പറേറ്റ് ചെയ്തു. ഇരുളിനെയും വെളിച്ചത്തെയും രണ്ടാക്കി മാറ്റി. കാരണം വെളിച്ചത്തിന്റെ കൂടെ ഇരുൾ വസിച്ചാൽ ആ വെളിച്ചത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടും. അതുകൊണ്ട് ദൈവം ഇതിനെ രണ്ടാക്കി തിരിച്ചു. ഉൽപ്പത്തി 1:18 നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് 2 പ്രാവശ്യം ആവർത്തിച്ചാണ് പറയുന്നത്. 1:4 നമ്മൾ വായിക്കുന്നുണ്ട്, അതുപോലെ 1:18 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് വേർതിരിച്ചു. അതായത് ദൈവം ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. പിശാചിൽ നിന്നാണ് വിഭജനം ഉണ്ടാകുന്നതെന്ന് പലരും കരുതപ്പെടുന്നു. എന്നാൽ വിഭജനം ഉണ്ടാക്കിയ ആദ്യ ആൾ ദൈവം തന്നെയാണെന്ന് ഇവിടെ നമ്മൾ കാണുന്നു. അല്ലേ? ഒരു വിഭജനം ഉണ്ടാക്കുന്നത് പിശാചാണെന്നാണ് നമ്മൾ പലപ്പോഴും പഠിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നതൊക്കെ അങ്ങനെയാണ്. എന്നാല് ആദ്യ വിഭജനം ഉണ്ടാക്കിയ ആൾ ആരായിരുന്നു? ദൈവമായിരുന്നു. ആദ്യം വിഭജനം ഉണ്ടാക്കിയ ആള് ദൈവമായിരുന്നു. വെളിച്ചത്തിന് ഇരുളുമായി ഒരു കൂട്ടായ്മയില്ല. വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നാൽ ഉടനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എല്ലാ ഇരുട്ടിൽ നിന്നും നമ്മളെ വേർപെടുത്തുക എന്നതാണ്. വെളിച്ചത്തിന് ഇരുളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ ദൈവം ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയാമോ? ആ ഇരുട്ടിനെ നമ്മൾ ഇന്ന് പൂർണ്ണമായിട്ട് മാറ്റിക്കളയും. അതുകൊണ്ട് ഒരാൾ പുതിയതായ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അവര് പറയുന്ന സാക്ഷ്യം കേട്ടിട്ടില്ലേ? നിങ്ങളുടെ ആരാധനയ്ക്ക് കൂടി അവിടെ വന്നു, വചനം കേട്ടു, നിങ്ങൾ പാട്ട് പാടിയപ്പോൾ ഞാനും കൈയടിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു, എനിക്ക് ഭയങ്കര സമാധാനം ഉണ്ടായി, എനിക്ക് ഭയങ്കര സ്വസ്ഥതയുണ്ടായി. ഇതെങ്ങനെ സംഭവിച്ചത്? ഇത് ആത്മിക മണ്ഡലത്തിൽ നടന്ന ഒരു കാര്യമാണ്. എന്താ? നമ്മളിലെ ആ ഇരുട്ടിനെ ദൈവം എന്ത് ചെയ്തതാണ്? മാറ്റിക്കളഞ്ഞ. നമ്മുടെ ഇരുട്ടിനെ പൂർണ്ണമായി ദൈവം മാറ്റിക്കളഞ്ഞു. നമ്മളിൽ വെളിച്ചം മാത്രമാക്കി അവശേഷിപ്പിച്ചു. ഇതാണ് ദൈവം ആദ്യം ചെയ്യുന്ന കാര്യം. ഉൽപ്പത്തി 1:4 നമ്മൾ അത് തന്നെയാണ് വായിക്കുന്നത്. 2 കൊരിന്ത്യർ 4:6 വെളിച്ചം സൃഷ്ടിച്ചത് സംബന്ധിച്ച ഒരു ദൈവിക വിശദീകരണം നാം അവിടെ കാണുന്നുണ്ട്. ഇവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനമാകുന്ന പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നിരിക്കുന്നു എന്നാണ്. കണ്ടോ? ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനമാകുന്ന പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നു എന്നാണ് 2 കൊരിന്ത്യർ 4:6 നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 2 അധ്യായങ്ങൾക്ക് ശേഷം 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ
നമ്മോട് ഇരുട്ടിന്റെ സകല പ്രവർത്തികളിൽ നിന്ന് വേർപെടുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. 2 കൊരിന്ത്യർ 6:14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, ഇരുട്ടിന്റെ സകല പ്രവർത്തികളിൽ നിന്നും വേർപെടണം. ലോകമാകെ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു. ലോകത്തിൻ്റെതായ ഒന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകരുത്. ക്രിസ്ത്യാനികൾ ഇരുട്ടിൽ നിന്നും വേർപെടാതിരുന്നാൽ അരാജകത്വമായിരിക്കും അതിന്റെ ഫലം. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിക്കണമെന്നുള്ളതാണ്. ദൈവം സൂര്യനെയും ചന്ദ്രനെയും ആകാശ മധ്യത്തിൽ സ്ഥാപിച്ചപ്പോൾ അവിടുന്ന് വീണ്ടും വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിക്കുന്നതായിട്ട് കാണും. ഉൽപ്പത്തി 1:18 ഞാൻ പറഞ്ഞു, രണ്ടിടത്താണ് ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു എന്ന വാക്ക് നമ്മൾ കാണുന്നത്. 1:4 ഉൽപ്പത്തി 1:4 2 ഉൽപ്പത്തി 1:18 നമുക്കത് കാണാൻ കഴിയുന്നു. ഈ 2 സന്ദർഭങ്ങളിലും നമ്മൾ വായിക്കുന്നു, ദൈവം അത് നല്ലതെന്ന് കണ്ടു. ഈ 2 സ്ഥലത്തും ദൈവം അത് നല്ലതെന്ന് കണ്ടു. ഇരുട്ടിന്റെ എല്ലാ പ്രവൃത്തിയിൽ നിന്നും നിങ്ങളെ വേർതിരിക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് അത് നല്ലത് എന്ന് പറയാൻ സാധിക്കൂ. ദൈവം നമ്മളെ നോക്കി നല്ലത് എന്ന് പറയണമെങ്കിൽ ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിയപ്പെടണം. വെളിച്ചം മാത്രം അവശേഷിക്കണം. അപ്പോൾ ദൈവം നമ്മളെ നോക്കി പറയും അത് നല്ലത്. വെളിച്ചം ലഭിച്ച പലരും തങ്ങളുടെ തന്നെ ഇരുട്ടിൽ നിന്ന് വേർപെടുത്തിയിട്ടില്ല. അവരുടെ ഇരുട്ട് സ്വഭാവങ്ങൾ, ഇരുട്ട് രീതികൾ, ഇതൊന്നും അവരെ വിട്ടു പോയിട്ടില്ല. അവരിപ്പോഴും ആ ഇരുട്ടിൽ തന്നെ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് വെളിച്ചം വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. വെളിച്ചം ലഭിച്ച പലരും തങ്ങളെ തന്നെ ഇരുട്ടിൽ നിന്ന് വേർപെടുത്തിയിട്ടില്ല. അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. വെളിച്ചവും ഇരുളും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. വെളിച്ചത്തിലേക്ക് ഇരുളിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതാണ് ഇന്ന് പല ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ മൈക്ക് മൂട്ടാണ്. 6-ാം ദിവസമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. 6-ാം ദിവസമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഭൂമിയിലെ സകല മൃഗങ്ങളെയും അതേ ദിവസം തന്നെ ദൈവം സൃഷ്ടിച്ചു. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് അല്പം മുമ്പ് മാത്രമാണ് സകല മൃഗങ്ങളെയും സൃഷ്ടിച്ചത്. ഒരു കാര്യം മാത്രമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ദൈവം മനുഷ്യന്റെ മേൽ ഊതി. മൃഗങ്ങളുടെ തലത്തിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുന്നത് ദൈവത്തിന്റെ ആത്മാവ് മാത്രമാണ്. ദൈവിക ആത്മാവിനാൽ നാം ജീവിക്കുന്നില്ലെങ്കിൽ വളരെ വേഗം മൃഗങ്ങൾക്ക് നാം തുല്യരായി പോകും. മൃഗങ്ങളെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മൃഗങ്ങളെ സൃഷ്ടിക്കുന്നതിൽ നിന്നുള്ള മനുഷ്യനെ സൃഷ്ടിച്ചതിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസമൂതി ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിലേക്ക് വരികയാണ്. ദൈവത്തിന്റെ ആത്മാവിൽ നാം ജീവിക്കുന്നില്ലെങ്കിൽ വളരെ വേഗം മൃഗതുല്യരായി നാം ആ തലത്തിലേക്ക് താണുപോകും എന്നിത് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ ശ്വാസം ഒഴിച്ചാൽ മനുഷ്യന് ഒരു വിലയുമില്ല എന്നുള്ള സത്യമാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഈ പൊടിയിൽ നിന്ന് തന്നെ സൃഷ്ടിക്കുവാനിടയായത്. നമുക്കറിയാം, ശ്വാസമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ്. ഒരു ഹോസ്പിറ്റൽ അത്യാസന്ന നിലയിൽ ഒരു വ്യക്തിയെ കൊണ്ടുചെല്ലുമ്പോൾ ആദ്യം ഡോക്ടേഴ്സ് നോക്കുന്നത്
ഇവന് ശ്വാസമുണ്ടോ എന്നാണ്, അല്ലെങ്കിൽ പൾസ് ഉണ്ടോ എന്നാണ്. ശ്വാസമില്ലെങ്കിൽ പിന്നെ ഇവനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല. ശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ സകല മൂല്യവും അവിടെ അവസാനിക്കുകയാണ്. അവന്റെ സകല വിലകളും അവിടെ തീരുകയാണ്. ഈ ശ്വാസം എവിടെ നിന്ന് വന്നതാണ്? ദൈവത്തിൽ നിന്ന് വന്നതാണ്. ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ പകർന്നു. അവൻ ജീവനുള്ള ദേഹിയായി മാറി. അതിനുശേഷം ദൈവം 7-ാം ദിവസം വിശ്രമത്തിനായി മാറ്റിവെച്ചു. അത് ദൈവത്തിന് 7-ാം ദിവസമായിരുന്നെങ്കിലും മനുഷ്യന് ഇന്നത് 1-ാം ദിവസമാണ്. 6-ാം ദിവസത്തിന്റെ അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിനാൽ അവരുടെ ആദ്യ ദിവസം വിശ്രമത്തിൻ്റെതായിരുന്നു. ദൈവത്തിനായി ഏതൊരു വേലയും ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവവുമായി ഒരു കൂട്ടായ്മയുടെ സമയം മനുഷ്യൻ ഉണ്ടാകണമെന്ന് ദൈവം ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം ദൈവത്തോടു കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിലെ അവരുടെ വേല ആരംഭിച്ചത്. മനുഷ്യനുള്ള ദൈവിക ക്രമം അതാണ്. ആദ്യം കൂട്ടായ്മ, പിന്നെ സേവനം. ആദ്യം ദൈവം, പിന്നീട് ദൈവവേല. ഇതായിരിക്കണം. ഈ ഓർഡർ തെറ്റുമ്പോഴാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മ ഉണ്ടാകണം, പിന്നീട് ദൈവത്തെ സേവിക്കാൻ നാം ഇറങ്ങണം. ആദ്യം ദൈവം, പിന്നെ മതി ദൈവത്തിന്റെ വേല. ആ ദൈവിക ക്രമം മറന്ന് നമുക്ക് ഈ ദൈവിക ക്രമം മറക്കുന്നതാണ് നമുക്ക് ദോഷമായി തീരുന്നത്. അതിനാൽ ദൈവം ഇസ്രായേൽ മക്കളോട് ശബത്ത് ആചരിക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചു. ഇന്ന് ദൈവത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിപ്പിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 4:9 നമ്മൾ ആ വാക്യം വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ആചരിക്കുക, അതിനുശേഷം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതിനുശേഷം ദൈവത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി 1:28 ദൈവം ആദമിനോടും ഹവ്വയോടും പറഞ്ഞു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരാകും, അല്ലെങ്കിൽ നിങ്ങൾ സന്താന സമൃദ്ധിയുള്ളവരാകും. അവർ അതെങ്ങനെ നിർവഹിക്കുമെന്നാണ് ദൈവം കരുതിയത്. തീർച്ചയായും ലൈംഗിക ബന്ധത്തിലൂടെ തന്നെയാണ് അവർ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്ന് ദൈവം ചിന്തിച്ചത്. ലൈംഗിക പ്രവൃത്തി സൃഷ്ടിച്ച ദൈവം അതിലൂടെ സന്താനോൽപാദനം നടത്തുവാൻ, അതായത് സന്തതികളെ ജനിപ്പിക്കുവാൻ മനുഷ്യനോട് ആവശ്യപ്പെട്ടു. മനുഷ്യനിലുള്ള ലൈംഗികതയും കൂടെ ചേർന്നാണ് ദൈവം മനുഷ്യനെ നല്ലത് എന്ന് വിളിച്ചത്. അല്ലാതെ ചില ആളുകൾ പഠിപ്പിക്കുന്നത് പോലെ ലൈംഗികത പാപമാണെന്നും ലൈംഗികത തെറ്റാണെന്നും അത് ദൈവം ആവശ്യപ്പെടുന്നില്ലെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ക്രിസ്ത്യൻ സമൂഹങ്ങളുണ്ട്, പെന്തക്കോസ്ത സമൂഹങ്ങളുണ്ട്, വ്യത്യസ്ത സമൂഹങ്ങളുണ്ട്. ലൈംഗികത തെറ്റല്ല, ലൈംഗികത തെറ്റാകുന്നത് വേറെ പല കാരണങ്ങളാലാണ്. എന്നാൽ കുടുംബജീവിതത്തിലെ ഭാര്യ ഭർത്താവ് എന്ന കുടുംബജീവിതത്തിലെ ലൈംഗികത ദൈവം പദ്ധതിയിട്ട കാര്യം തന്നെയാണ്. ഇത് ദൈവം മനുഷ്യനോട് ആവശ്യപ്പെട്ട കാര്യം തന്നെയാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ലൈംഗികതയും കൂടെ ചേർന്നാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിപ്പാനിടയായി തീർന്നത്. കാരണം നിങ്ങൾ വർദ്ധിച്ച് പെരുകണം, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരാകണം, സന്താന ഉൽപാദനം നിങ്ങളിൽ ഉണ്ടാകണം. അത് ദൈവം പറഞ്ഞ ഒരു കാര്യമാണ്. അതിനാൽ വിവാഹ ജീവിതത്തിലെ ലൈംഗികത ദൈവം വളരെ നല്ലത് എന്ന് വിളിച്ചതായിട്ട് നമ്മൾ കാണും. വിവാഹത്തിന്റെ പുറത്തുള്ള ലൈംഗികത വളരെ മോശവും വിവാഹത്തിനുള്ളിലുള്ളത് വളരെ നല്ലതുമാണ്. വിവാഹ ജീവിതത്തിലെ ലൈംഗികത പോലും ഒരു മോശം കാര്യമാണെന്ന് കരുതുന്ന ചില ക്രിസ്ത്യാനികൾ ആക്കുന്നതിന് വേണ്ടി വിവാഹം പോലും വേണ്ട എന്ന് വെക്കുന്നു. ഇത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. അതായത് ചില വിഭാഗങ്ങൾ, ഞാനിത് പേരെടുത്ത് പറയുന്നില്ല, ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചില പേരുകൾ പറയുന്നില്ല. എന്നാൽ ചില വിഭാഗങ്ങൾ പഠിപ്പിക്കുന്നത് ലൈംഗികത പാപമാണെന്നും
അതുകൊണ്ട് പുരോഹിതന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകർ വിവാഹം കഴിക്കരുതെന്നും വിവാഹം കഴിച്ചാൽ അവർ സ്ത്രീകളോടുകൂടെ മലിനമാകുമെന്നും, ഇത് മലിനതയുടെ കാര്യമല്ല, ഇത് ദൈവമാക്കി വെച്ചതാണ്, ദൈവം വെച്ച സിസ്റ്റമാണ്. വിവാഹത്തിനുള്ളിലുള്ള ലൈംഗികത ദൈവികമാണ്, അത് ദൈവം വെച്ച സിസ്റ്റമാണ്. അപ്പോൾ ഇങ്ങനെ തങ്ങളെ തന്നെ വിശുദ്ധരാണെന്ന് കാണിക്കാൻ വേണ്ടി അവർ വിവാഹം പോലും കഴിക്കാതെ അവർ മുൻപോട്ട് പോകുന്ന നമുക്ക് കാണാൻ കഴിയും. ഇത് ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമാണ്. കാരണം ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അധ്യക്ഷൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 1:28 നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവം അവനെ അനുഗ്രഹിച്ചു. അവിടുന്ന് മനുഷ്യരോട് സന്താനപുഷ്ടിയുള്ളവരാകണമെന്ന് മാത്രമല്ല, എല്ലാറ്റിനെയും അധീനമാക്കി അവയുടെ മേൽ വാഴണമെന്നും ആവശ്യപ്പെട്ടു. എല്ലാറ്റിനെയും നീ കീഴ്പ്പെടുത്തണം, എല്ലാറ്റിനെയും നീ അധീനമാക്കണം, നീ അതിൻ്റെ മേൽ വാഴണം. ഇതാണ് ദൈവം മനുഷ്യനോട് പറഞ്ഞത്. ദൈവം മനുഷ്യനെ അടിമയായിട്ടല്ല, അധികാരിയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റേതെങ്കിലും ഒരു മൃഗത്തിന്റെ അടിമയായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സൃഷ്ടിയുടെ അടിമയായി നിൽക്കാനല്ല മനുഷ്യനോട് ദൈവം ആവശ്യപ്പെട്ടത്. നീ അവയെ വാഴണം, നീ അവയുടെ മേൽ വാഴണം. അതായത് നിന്റെ കീഴിലായിരിക്കും ഈ കാണുന്നവയെല്ലാം. ഇങ്ങനെയായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒരു ജയാളിയായി സകലത്തെയും തന്റെ കാൽ കീഴാക്കുന്നവനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തിയിൽ മനുഷ്യൻ സകലത്തെയും ഭരിക്കണമെന്ന ദൈവഹിതം നാം കാണുന്നു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ സകലത്തിന്മേലും ജയാളിയാകണമെന്ന ദൈവഹിതം വീണ്ടും നമ്മൾ അവിടെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ബൈബിളിന്റെ അവസാന പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ അവിടെ കാണുകയാണ്, മനുഷ്യൻ സകലത്തിന്മേലും ജയാളിയാകണമെന്ന ദൈവഹിതം നമുക്കവിടെ കാണുവാനിടയായിത്തീരുന്നുണ്ട്. ആദിയിൽ മനുഷ്യനെ സംബന്ധിച്ച ദൈവഹിതം അതായിരുന്നു. ഒടുവിൽ തന്റെ ഹിതം നിറവേറ്റി ജയാളിയായ ചിലരെ ദൈവം കണ്ടെത്തുന്നു. നിങ്ങളെ സംബന്ധിച്ച ദൈവഹിതം സകലത്തെയും ഭരിക്കണമെന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തെ, കോപത്തെ, ദുർമോഹങ്ങളെ, വികാരങ്ങളെ തുടങ്ങിയവയെല്ലാം നിങ്ങൾ അടക്കി ഭരിക്കണമെന്നാണ് ദൈവത്തിന്റെ ഹിതം. പലപ്പോഴും ഇന്ന് നമ്മുടെ പല സ്വഭാവങ്ങളല്ലേ നമ്മളെ ഭരിക്കുന്നത്. ചില പാപങ്ങൾ, കോപം, ദുർമോഹങ്ങൾ, വികാരങ്ങൾ, ഇവയൊക്കെയാണ് പലപ്പോഴും മനുഷ്യനെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം ഇവയെ ഭരിക്കണമെന്നാണ്, നാം അവയെ കീഴ്പ്പെടുത്തണമെന്നാണ്. ഇവയെല്ലാം നിങ്ങളുടെ കാൽ കീഴായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരടിമയായിരിക്കാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളൊരു ജയാളിയും അധികാരിയുമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഉൽപ്പത്തി 1:28 നമ്മൾ വായിക്കുന്നത് പോലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച്, ദൈവം ആദമിനെ അവയെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ ദൈവിക അനുഗ്രഹം നമ്മുടെ മേൽ വരുമ്പോഴാണ് സന്താനപുഷ്ടി നമ്മളിൽ ഉണ്ടാകുന്നത്. സകലത്തെയും അടക്കി ഭരിക്കുവാൻ, അടക്കി വാഴുവാൻ നമുക്ക് സാധിക്കുന്നത്. ആ ദൈവാനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1-ാം അധ്യായത്തിൽ ദൈവം എല്ലാ ദിവസവും ഉള്ള തന്റെ പ്രവൃത്തി പൂർത്തിയാക്കിയതിന് ശേഷം അതിനെ നോക്കി നല്ലതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ 2-ാം ദിവസം അങ്ങനെ പറയുന്നില്ല. അതിന് കാരണം പുറന്തള്ളപ്പെട്ട സാത്താന് വസിക്കുവാൻ അനുവാദം കൊടുത്തിരുന്നത് 2-ാം സ്വർഗത്തിലായിരുന്നു. നമ്മുടെ പ്രവൃത്തികൾ ദൈവഹിത പ്രകാരമാണോ എന്നറിയുന്നതിന് അവയെ പരിശോധിക്കുവാൻ നാം ദൈവത്തെ അനുവദിക്കേണ്ടതാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്തകൾ, ഇതൊക്കെ ദൈവഹിതമാണോ എന്നറിയാൻ
അവയെ പരിശോധിക്കാൻ ദൈവത്തിന് നമ്മൾ സമയം അനുവദിക്കേണ്ടത് ആവശ്യമാണ്. ഇനി 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇതുവരെയും നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ 2-ാം അധ്യായത്തിലേക്കാണ് വരുന്നത്. 2-ാം അധ്യായത്തിൽ മനുഷ്യന്റെ സൃഷ്ടിയെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. അവിടെ ദൈവം മനുഷ്യന് 3 വരങ്ങൾ നൽകിയതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതായത് 3 വരങ്ങളാണ് ദൈവം അവിടെ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഒരു വിവാഹ പങ്കാളിയെ, ഹവ്വയെ ആദാമിന് ദൈവം നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് ഒരു പങ്കാളിയെ നൽകി. രണ്ടാമതായിട്ട് പാർക്കുവാൻ ഒരു ഭവനം നൽകി. അതായത് ഏദൻ, പാർക്കുവാൻ ഒരു ഭവനം നൽകി. 3, ഒരു തൊഴിലും നൽകി, തോട്ടക്കാരൻ. ആ തോട്ടത്തെ കാക്കാൻ, ആ തോട്ടത്തിന്റെ ഫലം അനുഭവിപ്പാൻ, അങ്ങനെ 3-മതായി ഒരു തൊഴിൽ കൂടെ ദൈവം നൽകി. 3 കാര്യങ്ങളാണ് ദൈവം അവിടെ നൽകിയത്. 1, ഒരു പങ്കാളി. 2, ഒരു ഭവനം. 3, ഒരു തൊഴിൽ. ഒന്നാമതൊരു പങ്കാളിയെ നൽകുന്നു. 2-മത് പാർക്കാൻ ഒരു ഭവനം നൽകുന്നു. 3-മത് ഒരു തൊഴിലും നൽകുന്നു. ഇന്ന് പല ചെറുപ്പക്കാരും അന്വേഷിക്കുന്ന 3 കാര്യങ്ങളും ഇവ തന്നെയാണ്. ഇവ 3 ആദാമിന് നൽകാൻ ദൈവം താല്പര്യപ്പെട്ടതുപോലെ ഇന്നും തൻ്റെ മക്കൾക്ക് നൽകുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഇല്ലാത്തവരാണോ? അതോ ഒന്നോ ഒന്നിലധികമോ നിങ്ങൾ ഇല്ലാത്തവരാണോ? ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ ഹിതം അതാണല്ലോ, അത് എന്നിലേക്ക് നിവൃത്തിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ ആദാം ദൈവത്തോട് ചോദിക്കുക പോലും ചെയ്തില്ല. ദൈവം തന്നെ ആദാമിന്റെ ആവശ്യം അറിഞ്ഞ് അവന് വേണ്ടത് നൽകി. ഒരു ജീവിത പങ്കാളി, ഒരു ഭവനം, ഒരു തൊഴിൽ എന്നിവ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ദൈവത്തിനറിയാം. നിങ്ങൾ ദൈവത്തോട് കൂടെ നടന്നാൽ അവിടുന്ന് ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ദൈവം തരും. ഒരു മകന്റെ, ഒരു മകളുടെ ആവശ്യം എന്തെന്ന് ആ കുഞ്ഞിന്റെ അപ്പന് നന്നായിട്ട് അറിയാം. ആ കുഞ്ഞിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അപ്പൻ അവൻ ആവശ്യമായതെല്ലാം നൽകും. ഇനി 2-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏദനിലെ സ്വർണം വിശിഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ കാണുന്നു, തോട്ടം നനപ്പാൻ ഒരു നദി പുറപ്പെട്ടു. അത് 4 ശാഖകളായി പിരിഞ്ഞു. ഒന്നാമത്തതിന് പീശോൻ എന്ന പേർ. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. ആ ദേശത്തിൽ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമായിരിക്കുന്നു. ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാണ്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഇതാർക്കു വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്? അവിടെ ഏദനിൽ പാർക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതായിരുന്നു. ഏദനിലെ സ്വർണം അത് ഏറ്റവും മേൽത്തരമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവ സാന്നിധ്യമുള്ളയിടത്ത് മാത്രമാണ് സ്വർണം വിശിഷ്ടമായത്. ദൈവത്തിൽ നിന്നും അകലെ ആണ് ഒരു വ്യക്തിയെങ്കിൽ സ്വർണം ആ വ്യക്തിക്ക് ഒരു കെണിയായി മാറും, അതൊരു ശാപവുമായി മാറും. ചിലർക്ക് സ്വർണം ഒരു അനുഗ്രഹമാകുമ്പോൾ ചിലർക്ക് സ്വർണം ഒരു ശാപമാകും. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് സ്വർണം വിശിഷ്ടമാണ്. ദൈവത്തിൽ നിന്നും അകന്നുള്ള സ്വർണം അതൊരു കെണിയാണ്, അതൊരു ശാപവുമായി മാറും. ഇത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഏദനിൽ ദൈവത്താൽ തന്നെ ഉണ്ടാക്കപ്പെട്ടതാണ്. അതവർക്ക് നന്മയായിരുന്നു, അതവർക്ക് അനുഗ്രഹവുമായിരുന്നു. 2-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ദൈവം സകല പക്ഷിമൃഗാദികളെയും ആദാമിന്റെ മുമ്പിൽ വിളിച്ചു കൊണ്ടുവരുന്നതായും ആദാം അവയ്ക്ക് ഓരോന്നിനും ഓരോ പേരിട്ട് വിളിച്ചതായും നമ്മൾ വായിക്കുന്നുണ്ട്. സകല പക്ഷിമൃഗാദികളെയും ആദാമിന്റെ മുൻപിൽ ദൈവം കൊണ്ടുവരുന്നു. ആദാം അവയ്ക്ക് ഓരോന്നിനും ഓരോ പേരിട്ടു. പിന്നീട് നാം വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: എന്നാൽ മനുഷ്യന് യോജിച്ച ഒരു തുണയെ കണ്ടെത്തിയില്ല.
ഓരോ മൃഗത്തെയും അതിന്റെ ഇണകളോട് കൂടെ കണ്ടപ്പോൾ ആദാം അവയിൽ നിന്ന് തനിക്കൊരു പങ്കാളിയെ ലഭിക്കുമോ എന്ന് നോക്കിയെന്നാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. ഓരോ ഇണകളോട് കൂടിയ മൃഗങ്ങളെയും കണ്ടപ്പോ തനിക്കും ഒരു പങ്കാളിയെ ഇതിൽ നിന്ന് ലഭിക്കുമോ എന്നാണ് ആദാം നോക്കിയത് എന്നാണ് ഈ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിംഹം പെൺസിംഹത്തോടുകൂടെ, ആന അതിന്റെ ഇണയോടുകൂടെ, പൂച്ച അതിന്റെ ഇണയോടുകൂടെ, അങ്ങനെ ഓരോന്നും ഓരോന്നും ഓരോന്നും. ആദാം ഓരോന്നിനെയും നോക്കി, എല്ലാത്തിനെയും തിരസ്കരിച്ചു. കാരണം അവയൊന്നും തന്റെ പ്രകൃതത്തോട് ചേരുന്നവയായിരുന്നില്ല. ആദാം അവയെ എല്ലാം തിരസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ശരി, ഞാൻ നിനക്കൊരു പങ്കാളിയെ സൃഷ്ടിച്ചു നൽകാം. ഞാൻ നിനക്ക് ഒരു പങ്കാളിയെ സൃഷ്ടിച്ചു നൽകാം. പിന്നീട് അവിടുന്ന് ആദാമിന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ ദൈവം അവനിൽ നിന്നും ഒരു ഭാര്യയെ അവന് വേണ്ടി ഉണ്ടാക്കി. നോക്കൂ, മൃഗങ്ങളെ ഇണകളോടുകൂടെ ആദാം കണ്ടു. എന്നാൽ ആ മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരിണയെ ആദാം സ്വീകരിച്ചില്ല. അപ്പോൾ ദൈവം പറയുക, നീ വിഷമിക്കണ്ട, ഞാൻ നിനക്ക് ഒരു വ്യക്തിയെ ഉണ്ടാക്കി തരാം, ഒരു മനുഷ്യനെ ഉണ്ടാക്കാം. അങ്ങനെ ഗാഢനിദ്ര വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ അവനിൽ നിന്ന് തന്നെ അവനൊരു ഭാര്യയെ ഉണ്ടാക്കി നൽകുവാനിടയായിട്ടുണ്ട്. ആത്മികമായി ഇതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നിങ്ങൾക്കൊരു ദൈവമകനായിരിക്കെ ഒരു ജീവിത പങ്കാളിയെ അന്വേഷിക്കുന്നുവെങ്കിൽ, വീണ്ടും ജനനത്തോടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവിക പ്രകൃതമില്ലാത്ത ചില സുന്ദരികളായ പെൺകുട്ടികളെ അല്ലെങ്കിൽ സുന്ദരന്മാരായ ചെറുപ്പക്കാരെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരും. നിങ്ങൾ അവരിൽ ഒരാളെ പങ്കാളിയായി തിരഞ്ഞെടുക്കുമോ എന്ന് ദൈവം പരിശോധിക്കും. അങ്ങനെ ചെയ്താൽ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയത് നഷ്ടപ്പെടും. ദൈവത്തെ ബഹുമാനിച്ച് ഈ വാക്കുകൾ അനുസരിക്കുക. അവിശ്വാസികളുമായി ചേർച്ചയില്ലാത്ത പങ്കാളിത്തം അരുത്. 2 കൊരിന്ത്യർ 6:14 വ്യക്തമായി ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിശ്വാസികളുമായി ചേർച്ചയില്ലാത്ത ഒരു പങ്കാളിത്തം നമുക്കുണ്ടാകരുത്. അവിടുന്ന് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് ദൈവം ഒരുക്കിയത് വരുന്നത് വരെ കാത്തിരിക്കുക. ഒരുപാട് സുന്ദരന്മാരെയും സുന്ദരിമാരെയും ഒക്കെ കണ്ടെന്നിരിക്കാം. ഇതൊക്കെ ഏദൻ തോട്ടത്തിന്റെ നടുവിൽ ആദാമിന്റെ മുൻപിൽ ഇണകളായ മൃഗങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയതുപോലെ മാത്രം നമ്മൾ അതിനെ കാണുക. എന്നാൽ ദൈവം സൃഷ്ടിച്ച് നൽകിയതാണ് തക്കതായ തുണയായി മാറുന്നത്. നല്ലത് എന്ന 6 ദിവസം കൊണ്ട് 6 പ്രാവശ്യം പറഞ്ഞ ദൈവം അതിനുശേഷം പെട്ടെന്ന് നല്ലതല്ല എന്ന് പറയുന്നു. 6 ദിവസം 6 പ്രാവശ്യം ദൈവം പറഞ്ഞു നല്ലത്, നല്ലത്, നല്ലത്. പക്ഷേ അതിനുശേഷം പെട്ടെന്ന് നല്ലതല്ല എന്ന് ദൈവം പറയുന്നു. ഉൽപ്പത്തി 2:18 ആദാം ഏകനായിരിക്കുന്നത് നല്ലതല്ല. പിന്നീട് ഹവ്വയെ സൃഷ്ടിച്ചതിന് ശേഷം അവിടുന്ന് പറയുന്നു വളരെ നല്ലത്. അതാണ് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഒരു സന്തുഷ്ട ദമ്പതികൾ വരുത്തുന്ന വ്യത്യാസം. നമ്മുടെ ജീവിതം കണ്ടിട്ട് ദൈവം പറയണം നല്ലത്. കാരണം ദൈവം നമുക്ക് അതിനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ജീവിക്കാം, സന്തോഷത്തോടെ ജീവിക്കാം, വഴക്കുണ്ടാക്കിയും ജീവിക്കാം, പിണങ്ങിയും ജീവിക്കാം. ഇന്നങ്ങനെയൊക്കെയാണ് പല കുടുംബങ്ങളും. ചിലർ പറയുന്ന പിണങ്ങിയിട്ടിണങ്ങുന്നതാണ് ഭയങ്കര സന്തോഷം. പിണങ്ങാതെ ഇണങ്ങിയിരുന്നാൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി മധുരമാണ്. അതുകൊണ്ട് പിണങ്ങിയിട്ടിണങ്ങുന്നതല്ല, പിണങ്ങാതെ ഇണങ്ങിയിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങനെയുള്ളവരെ നോക്കി ദൈവം പറയും ഇത് നല്ലത്, ഇത് നല്ലത്. അപ്പോൾ ആദാമിനെ ദൈവം സൃഷ്ടിച്ചു, ഹവ്വയെ സൃഷ്ടിച്ചു. അതിനുശേഷമാണ് ദൈവം പറയുന്നത് വളരെ നല്ലത്. 1-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ നമ്മൾ ആ വാക്യം വായിക്കുന്നു. 31:31 നമ്മൾ ആ ഭാഗം കാണും. അതാണ് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഒരു സന്തുഷ്ട ദമ്പതികൾ വരുത്തുന്ന വ്യത്യാസം. 2:24 എല്ലാവരും, എല്ലാ വിവാഹിതരും ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം നാം ഇവിടെ വായിക്കുന്നു. ഒരു മനുഷ്യൻ വിവാഹിതനാകുമ്പോൾ അവൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരണം. ഇത്
മാതാപിതാക്കന്മാരെ ഭൗതികമായി വിട്ടുപോകുക എന്നല്ല. ഒരുപക്ഷെ അതും ആവശ്യമായി വന്നേക്കാം. വൈകാരികമായി അകലുക എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഒരുവൻ വിവാഹിതനായാൽ അവന്റെ വിവാഹ പങ്കാളി തൻ്റെ മാതാപിതാക്കളെക്കാൾ വളരെയധികം പ്രധാനപ്പെട്ടതായിരിക്കണം. ദമ്പതികൾ അവരുടെ കുടുംബജീവിതത്തിലെ തീരുമാനങ്ങൾ അവർ തമ്മിൽ പരസ്പരം ആലോചിച്ചായിരിക്കണം എടുക്കേണ്ടത്. അല്ലാതെ മാതാപിതാക്കന്മാരുമായി ആലോചിച്ചല്ല അവർ ചെയ്യേണ്ടത്. ഇതുവരെയും ആ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി അവൾ വിവാഹിതരാകുന്നതിന് മുൻപ് മാതാപിതാക്കളുടെ തീരുമാനങ്ങളായിരുന്നു അവരുടെ തീരുമാനം. അവർ അഭിപ്രായങ്ങൾ എപ്പോഴും ചോദിച്ചിരുന്നത് മാതാപിതാക്കളോടാണ്. എന്നാൽ അവനോ അവളോ വിവാഹിതരായി കഴിയുമ്പോൾ അവരുടെ തീരുമാനങ്ങൾ ആണ് നടക്കപ്പെടേണ്ടത്. അവരെ കൊണ്ട് കഴിയാത്തതായി വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. അവരുടെ പ്രായത്തിനോ പക്വതയ്ക്കോ അത് സാധിക്കുന്നില്ല എന്ന് വരികിൽ മാത്രം മാതാപിതാക്കളോട് അഭിപ്രായങ്ങൾ ആരായാവുന്നതാണ്. അവരവരുടെ അനുഭവ സമ്പത്തിൽ നിന്നും അവരുടെ പരിചയത്തിൽ നിന്നും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന ഒരു വിഷമകരമായ അവസ്ഥ, മക്കൾ അവരുടേതായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാതാപിതാക്കൾ അതിൽ കൈകടത്തുകയും അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്യേണ്ട കാര്യം അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ജീവിതം, അവരുടെ സന്തോഷം, അതിലേക്ക് അവരെ വിടുക, നമ്മൾ മാറി നിൽക്കുക. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പോയി എല്ലാ ദമ്പതികളോടും ഈ സന്ദേശം പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമായിരിക്കും. കാരണം ഈ കൽപ്പന അനുസരിച്ചാൽ സന്തോഷകരമായ ധാരാളം വിവാഹ ജീവിതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. ഇതെല്ലാവരും ഒന്ന് അനുസരിച്ചാൽ സന്തോഷകരമായ കുടുംബ ജീവിതങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടാവും, നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവും. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കെല്ലാം മാതാപിതാക്കൾ ഇടപെടുന്നതാണ് പ്രശ്നങ്ങൾക്ക് വഴിതിരിക്കുന്നത്. പാപം ലോകത്തിലേക്ക് വരുന്നതിന് മുൻപേ ദൈവം നൽകിയ ഒരു കൽപ്പനയാണ്, വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട ആദ്യ കൽപ്പനയാണിത്. എന്തുകൊണ്ട് ദൈവം ഇത് ആദ്യ കൽപ്പനയായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയത്? വിവാഹം സ്ഥാപിച്ച ദൈവം ഈ ആദ്യ പടിയുടെ പ്രാധാന്യം അറിഞ്ഞിരുന്നു. എന്നാൽ വിവാഹിതരായ പലരും ഇതിന്റെ പ്രാധാന്യം വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ആ ഒരു അബദ്ധത്തിലേക്ക് നമ്മൾ പോയി ചാടുന്നത്. അവർ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഇരുവരും ഒരു ദേഹമായി തീരും. ഇത് ദൈവം പറഞ്ഞ കാര്യമാണ്. അവരെ അതിനെ അനുവദിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇത് മാതാപിതാക്കളോട് മാത്രമല്ല, മക്കളോടും ദൈവം പറഞ്ഞിരിക്കുന്ന ഒരുപാട് കൽപ്പനകളുണ്ട്. നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കണം, നിന്റെ അപ്പനെ അമ്മയും കരുതണം, അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം. ഇതെല്ലാം മക്കളോടും പറഞ്ഞിരിക്കുന്ന കാര്യം. എന്നാൽ ഇവിടെ ഈ ഭാഗത്ത് അവർ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്നൊരവസ്ഥയിലേക്ക് ദൈവം അവരോട് പറഞ്ഞ് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇനി 3-4 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ സാത്താനെ ശ്രദ്ധിച്ച 2 മനുഷ്യരെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സാത്താനെ ശ്രദ്ധിച്ച 2 മനുഷ്യർ, സാത്താന് ചെവി കൊടുത്ത 2 മനുഷ്യരെ സംബന്ധിച്ച് 3-4 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അവർ 2 പേരും സാത്താന്റെ തന്ത്രങ്ങൾക്ക് എങ്ങനെ ഇരയായി, ഇത് സംബന്ധിച്ച ചില പാഠങ്ങൾ നമുക്കിതിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. ദൈവം ആദാമിനെ ഏദൻ തോട്ടത്തിലേക്ക് അയച്ചപ്പോൾ അവനെ പരിശോധിക്കുന്നതിന് കൂടെ ഒരു ദൂതനെ അയച്ചില്ല. എന്തുകൊണ്ടാ? കാരണം നമ്മൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിലെ മനോഭാവങ്ങളെ ദൈവത്തിന് പരീക്ഷിച്ചറിയുവാൻ സാധിക്കുന്നത്. ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, ആരും നമ്മളെ കാണുന്നില്ല എന്നൊരവസ്ഥാവിശേഷം വരുമ്പോഴാണ് ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നീ എന്താകും? അവിടെ നീ ആരാകും? അവിടെ നീ മനുഷ്യരോട് എങ്ങനെ പെരുമാറും? നിന്റെ ചിന്തകൾ എന്തായിരിക്കും? നിന്റെ മനസ്സിൽ എന്തായിരിക്കും? ഈ കാര്യങ്ങളാണ് ദൈവം നോക്കുന്നത്. നമുക്ക് ചുറ്റും ആരുമില്ലാത്ത അവസരത്തിൽ ദൈവം നമ്മെ പരിശോധിക്കുന്നു. ആദാമും ഹവ്വയും തനിയെ ആയിരുന്നതിനാൽ
ഒരു സൃഷ്ടിയാലും ശ്രദ്ധിക്കപ്പെടാതെ അവർക്ക് പാപം ചെയ്യുവാൻ കഴിഞ്ഞു. അവരുടെ കൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ല, അവര് തനിയെ ആയിരുന്നു. ഒരു സൃഷ്ടിയാലും അവർ ശ്രദ്ധിക്കപ്പെടാതെ അവർ ആ സമയങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർക്ക് പാപം ചെയ്യാൻ കഴിഞ്ഞു. വളരെ നല്ല ഫലമുള്ള ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്നു. അവർക്ക് നിത്യജീവൻ നൽകുവാൻ ഉതകുന്ന ജീവന്റെ വൃക്ഷവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ ആദാമും ഹവ്വയും അതൊന്നും തെരഞ്ഞെടുക്കാതെ അറിവിന് വേണ്ടി പോയി. അവർ ജീവനെ ഉപേക്ഷിച്ച് അറിവ് തെരഞ്ഞെടുത്തു. ഇന്നും മനുഷ്യർ ചെയ്യുന്നതും ഇത് തന്നെയാണ്. ജീവനെ ഉപേക്ഷിച്ച് അറിവിന് വേണ്ടി നടക്കുന്ന മനുഷ്യർ. ആദാമിനും ഹവ്വയ്ക്കും സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു. വേദപുസ്തക പരിജ്ഞാനവും ജീവിതവും തമ്മിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ടായാൽ നമ്മൾ ഏത് തിരഞ്ഞെടുക്കും? ജീവിതം എന്നതായിരിക്കും നമ്മുടെ ഉത്തരം. അത് ഉറപ്പായ കാര്യമാണ്. എന്നാൽ നിങ്ങൾ സ്വയം പരിശോധിക്കുക. നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്നത് അറിവിന് വേണ്ടിയോ അതോ അനുസരണത്തിന് വേണ്ടിയോ? വേദപുസ്തകം പഠിക്കുന്നത് അറിവുണ്ടാകാൻ വേണ്ടിയാണ് അതോ ദൈവത്തെ അനുസരിക്കാൻ വേണ്ടിയാണ്? ഈ ചോദ്യം നമ്മോട് തന്നെ നാം ചോദിക്കണം. അറിവിന് വേണ്ടി വേദപുസ്തകം പഠിച്ചാൽ നിങ്ങൾ അറിവിന്റെ വൃക്ഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് മരണം മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. ആദാമിനും അത് തന്നെയാണ് സംഭവിച്ചത്. ദൈവവചനത്തിലൂടെയല്ല, ദൈവവചനം ഒരു പഠനത്തിലൂടെയല്ല, എന്നാൽ ദൈവത്തോടുള്ള സജീവമായ ബന്ധത്തിലൂടെ നാം നന്മ തിന്മകളെ തിരിച്ചറിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജീവനുള്ള ഒരു ബന്ധം ദൈവത്തോടില്ലാതെ നാം നന്മ തിന്മകളെ അറിഞ്ഞാൽ നാം തെറ്റിപ്പോകും. അങ്ങനെയാണ് ആദാം മരിച്ചത്. ദൈവത്തോട് ജീവനുള്ള ഒരു ബന്ധമില്ലാതിരിക്കെ നന്മ തിന്മ സംബന്ധിച്ച് അവൻ അറിവ് ലഭിച്ചു. ഓരോ നിമിഷവും ശരി ഏത് തെറ്റ് ഏത് എന്ന് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ആയിരിക്കണം നാം നന്മ തിന്മകളെ തിരിച്ചറിയാൻ. നന്മ തിന്മകളെ വേറെ മറ്റേതൊരു വിധത്തിലും തിരിച്ചറിയാൻ നാം ശ്രമിച്ചാലും മരണമായിരിക്കും അവസാനം ഫലം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുന്നത് പോലും ഇതിനകത്തെ നന്മ ഏത് തിന്മ ഏത് എന്ന് അറിയാനല്ല, ദൈവത്തോട് ഒത്തു വസിക്കാൻ, ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ, ആ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പിശാച് ഹവ്വയോട് നിനക്ക് ദൈവത്തെ പോലെ ആകാമെന്ന് പറഞ്ഞു. 3:5 നമ്മൾ ഇത് വായിക്കുന്നു. ഇതിനോട് വളരെ സാമ്യമുണ്ടെന്ന് തോന്നുന്ന ഒരു സന്ദേശവുമായിട്ടാണ് യേശുവും വന്നത്. എന്നാൽ അത് തികച്ചും വ്യത്യസ്തമാണ്. സാത്താൻ ഹവ്വയോട് പറഞ്ഞത് അവൾക്ക് ദൈവത്തെ പോലെ ജ്ഞാനവും അധികാരവും ശക്തിയും ഉണ്ടാകുമെന്നാണ്. എന്നാൽ യേശു നമ്മോട് പറഞ്ഞത് നമുക്ക് ദൈവത്തിന്റെ താഴ്മ, വിശുദ്ധി, സ്നേഹം എന്നിവയുണ്ടാകുമെന്നാണ്. കണ്ടോ? യേശു പറഞ്ഞതും പിശാച് പറഞ്ഞതും ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ നമുക്ക് തോന്നും. ദൈവത്തെ പോലെയാകാം, ദൈവത്തെ പോലെയാകാം. യേശുവും ഇത് തന്നെയാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. പക്ഷേ പിശാച് ഹവ്വയോട് ദൈവത്തെ പോലെ ആകാം എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ അതിന്റെ അർത്ഥം വ്യത്യസ്തമായിരുന്നു. ദൈവത്തെ പോലെ ജ്ഞാനവും അധികാരവും ശക്തിയും ഉണ്ടാകുമെന്നാണ് സാത്താൻ ഹവ്വയോട് പറഞ്ഞത്. എന്നാൽ യേശു നമ്മോട് പറയുന്ന അതല്ല. ദൈവത്തിന്റെ സ്വഭാവമായ താഴ്മ, വിശുദ്ധി, സ്നേഹം എന്നിവ നമ്മളിൽ ഉണ്ടാകണമെന്നാണ്. ഇതിലേത് സന്ദേശമാണ് ഇന്നും കൂടുതൽ പേര് ആഗ്രഹിക്കുന്നത്? വിശ്വാസികളിൽ പോലും അനേകർ ആദ്യത്തേതിന്റെ പിന്നാലെയാണ് പോകുന്നത്. എന്നാൽ ഇതിലൂടെ നമുക്ക് പിശാചിന്റെ ശബ്ദവും യേശുവിന്റെ ശബ്ദവും തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധമാണ് പ്രലോഭനങ്ങൾ വരുന്നത്. പിശാച് ഒരു ചതിയനാണ്. അവൻ വ്യാജമായത് യഥാർത്ഥം എന്നതുപോലെ അവതരിപ്പിക്കും. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. അർത്ഥസത്യങ്ങൾ മഹാകള്ളങ്ങളെക്കാൾ ദോഷം ചെയ്യുമെന്ന് പറയുന്നത് പോലെ ഇവൻ അല്പ സത്യങ്ങളുമായിട്ടാണ് വരുന്നത്. യേശുവിന്റെ അടുക്കൽ പരീക്ഷിക്കുവാനായി കടന്നു വന്നപ്പോഴും
അവൻ യേശുവിനോട് വചനം കൊണ്ടാണ് സംസാരിച്ചത്. എന്താണ് അവൻ പറഞ്ഞത്? നീ താഴേക്ക് ചാടുക, നിന്നെ കാപ്പാൻ ദൂതന്മാരുണ്ടാകും. പക്ഷെ വചനമായവന്റെ അടുക്കൽ വന്നിട്ട് വചനം തെറ്റിച്ചു പറയുക. നീ താഴേക്ക് ചാടിയാൽ നിന്നെ കാക്കാൻ ദൂതൻ ഉണ്ടാകുന്നല്ല വചനം. നീ ചാടുമ്പോഴല്ല കാക്കുന്നത്, നീ വീഴുമ്പോഴാണ് കാക്കുന്നത്. വീഴുന്നതും ചാടുന്നതും രണ്ടും രണ്ടാണ്. ഒരു വ്യക്തി വീഴുന്നത് അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നടന്നു പോകുന്ന യാത്രയിൽ ഒരു വള്ളിയിൽ തട്ടി, ഒരു കമ്പിൽ തട്ടി, ഒരു കല്ലിൽ തട്ടി അറിയാതെ അവന് വീഴ്ച സംഭവിക്കാം. ആ സമയത്താണ് താങ്ങാൻ ദൂതനുള്ളത്. മനഃപൂർവമായി ചാടുന്നതിലൊന്നും ദൂതൻ സംരക്ഷിക്കാൻ ഉണ്ടാവില്ല. മനഃപൂർവമായി എടുത്തു ചാടിയിട്ട് എന്നെ കാക്കാൻ ദൂതനുണ്ട് എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കത്തുമില്ല. വചനമായവന്റെ അടുക്കൽ പോലും വചനത്തെ തെറ്റിച്ച് പറയാൻ ശ്രമിച്ചവനാണ് പിശാച്. അവനൊരു ചതിയനാണ്. അവൻ വ്യാജമായത് യഥാർത്ഥം എന്നതുപോലെ അവൻ അവതരിപ്പിക്കുന്നു. അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. അത് നാം തിരിച്ചറിയണം. പിശാച് ഹൗവയെ പ്രലോഭിപ്പിക്കുമ്പോൾ ദൈവം അവളെ വാസ്തവത്തിൽ സ്നേഹിക്കുന്നില്ല എന്ന് തന്ത്രപൂർവം സാത്താൻ അവളോട് പറയുകയാണ് ചെയ്തത്. ദൈവം നിന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ മനോഹരമായ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ അനുവദിക്കുമായിരുന്നു. ദൈവസ്നേഹത്തെ സംശയിച്ചുകൊണ്ടാണ് സാത്താൻ നമ്മുടെ ഹൃദയത്തിലും കടന്നു വരാൻ ശ്രമിക്കുന്നത്. കണ്ടോ പിശാചിന്റെ തന്ത്രം? കണ്ടോ? പിശാച് ഹൗവയെ പ്രലോഭിപ്പിക്കുമ്പോ അവളെ വാസ്തവത്തിൽ സ്നേഹിക്കുന്നില്ല എന്ന് തന്ത്രപൂർവം പിശാച് അവളുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുക. ഇന്നും അത് തന്നെയല്ലേ? എന്നെ ദൈവത്തിന് ഇഷ്ടമല്ല, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവത്തിന് എന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ, ദൈവം എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളിലൂടെ ഞാൻ പോകുമായിരുന്നു. ഇതൊക്കെയല്ലേ നമ്മുടെ ചോദ്യം. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. ദൈവം നിന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ നിന്നെ അനുവദിച്ചേനെ. ദൈവസ്നേഹത്തെ സംശയിച്ചുകൊണ്ട് സാത്താൻ നമ്മുടെ ഹൃദയങ്ങളിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സാത്താന്റെ തന്ത്രങ്ങളിൽ നാം വീണു പോകരുത്. സാത്താൻ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളുമായി വരുമ്പോൾ തൻ്റെ ഇടത്തോടെ പറയണം, ഇല്ല, ദൈവഹിതം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഞാൻ തിരിയുകയില്ല. യേശു പത്രോസിനോട് പറഞ്ഞു, സാത്താൻ നിന്നെ പാറ്റേണ്ടതിന് ദൈവത്തോട് അനുവാദം ചോദിച്ചു. ലൂക്കോസ് 23:31 നമ്മളത് വായിക്കുന്നു. ആദാമിനെയും ഹൗവയെയും ഏദനിൽ വെച്ച് പാറ്റുന്നതിന് അനുവാദം കൊടുത്തതുപോലെ ദൈവം ഇവിടെയും സാത്താൻ അനുവാദം നൽകി. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ പാറ്റപ്പെടുമ്പോൾ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പത്രോസ് വീഴാതിരിക്കുന്നതിന് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. എന്നാൽ വീണതിന് ശേഷവും ദൈവസ്നേഹത്തിലുള്ള അവന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതാണ് വിശ്വാസം. ശോധനകളുടെയും പ്രലോഭനങ്ങളുടെയും മുൻപിൽ നാം വീണുപോയാലും നമുക്ക് ദൈവസ്നേഹത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നാം ജയാളികളായിരിക്കും. പ്രിയരെ, നാം തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. ഒരുപക്ഷെ ശത്രുവായ പിശാചിന്റെ ശോധനകളിൽ, അവന്റെ പ്രലോഭനങ്ങളുടെ മുൻപിൽ നാം വീണുപോയാലും നമുക്ക് ദൈവസ്നേഹത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ദൈവം ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് മടങ്ങി വരാൻ സാധിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുകയും നിങ്ങൾ ആവശ്യപ്പെട്ടത് ലഭിക്കാതിരിക്കുകയും ഒരുപക്ഷെ ഇയ്യോബിനെ പോലെ ആഴത്തിൽ പരീക്ഷിക്കപ്പെട്ട് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവസ്നേഹത്തെ സംശയിക്കരുത്. അതാണ് യഥാർത്ഥ വിശ്വാസം. വിശ്വാസത്താൽ ജീവിക്കുക എന്നതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്ത് സംഭവിച്ചാലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് എല്ലായ്പ്പോഴും ഉറപ്പിക്കുന്നതാണ്. പിതാവിന്റെ സ്നേഹത്തിലുള്ള ഈ വിശ്വാസമാണ് ധൂർത്തപുത്രനെ പിതാവായ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. താൻ എത്ര തെറ്റുകൾ ചെയ്തു, തൻ്റെ ജീവിതത്തെ അവൻ നശിപ്പിക്കാൻ ശ്രമിച്ചാലും തൻ്റെ പിതാവ് തന്നെ സ്നേഹിക്കും. അതവൻ അറിയാമായിരുന്നു. അതിനാൽ അവൻ തൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നു. അതുകൊണ്ട് ഏദൻ തോട്ടത്തിൽ ശത്രുവായ പിശാച്
ആദമിനെയും ഹവ്വയെയും പരാജയപ്പെടുത്തിയതുപോലെ നമ്മെ പരാജയപ്പെടുത്താതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതോടുകൂടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. നമ്മുടെ സമയം അവസാനിച്ചു കഴിഞ്ഞു. ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത തിങ്കളാഴ്ച വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കയറി ഈ വീഡിയോ വീണ്ടും കാണാവുന്നതാണ്. നോട്ട്സ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തരും. ആ നോട്ട്സ് പൂർണ്ണമായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുകയോ പ്രിന്റ് എടുക്കുകയോ ചെയ്യേണ്ടതാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.